Good morning. This is Akshaya. I'm now studying in third year MBBS in AIMS Nagpur. I had an All India rank of 2627 in the year 2020, and now this is the part 3 for the chapter Animal Kingdom. നമ്മൾ ഓൾറെഡി രണ്ട് പാർട്സ് ഡിസ്കസ് ചെയ്തിരുന്നു ആൻഡ് ഇന്ന് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററും ഡിസ്കസ് ചെയ്യും ആൻഡ് ദ എക്സസൈസ് ആൻഡ് സം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. ഞാനൊരു എക്സസൈസ് പോലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പറയും. ടൈം അനുസരിച്ച് നമുക്ക് അത് ഡിസ്കഷൻ വേണോ അല്ല ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കാണിച്ചാൽ മതിയോ എന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡം ഞാനൊന്ന് ജസ്റ്റ് 5 മിനിറ്റ്സിൽ റിവൈസ് ചെയ്യാം. ഇത്രയും പാർട്ട് 1ലും 2ലും എന്തൊക്കെ പറഞ്ഞു. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടു, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കണ്ടു, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലം, അതിന്റെ എക്സാമ്പിൾ, സെഗ്മെന്റേഷൻ, നോട്ടോകോഡ് കണ്ടു, ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് കണ്ടു, ബ്രോഡ് ക്ലാസിഫിക്കേഷൻ അത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പഠിച്ചു, ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് കണ്ടു. ഇനി 1 by 1 ഓരോ ഫൈലും നമ്മൾ കണ്ടു. ഫൈലം പോറിഫർ ആദ്യം കണ്ടു, പിന്നെ ഫൈലം സീലിൻഡ്രേറ്റ പഠിച്ചു, പിന്നെ അടുത്ത ഫൈലം ടീനോഫോറ പഠിച്ചു, പ്ലാറ്റി ഹെൽമിന്തസ് പഠിച്ചു. ചില എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞു, സൈഡിൽ എഴുതിയിട്ട് ഓൾറെഡി എക്സ്ട്രാ പോയിന്റ്സ്. ആസ്റ്റൽമിന്തസ് പഠിച്ചു, അനലിറ്റ്സ് പഠിച്ചു, ആർത്രോപോഡ പഠിച്ചു, മൊളസ്ക പഠിച്ചു, എക്കൈനോഡെർമേറ്റ പഠിച്ചു, ഹെമികോഡേറ്റ പഠിച്ചു. ഇനി നമ്മൾ കോഡേറ്റ് ഡിസ്കസ് ചെയ്യും. ഒരു ഹാഫ് ആൻ അവറിൽ ഞാൻ ചാപ്റ്റർ തീർത്ത് ബാക്കി ഹാഫ് ആൻ അവറിൽ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഒരു എക്സ്ട്രാ 10 മിനിറ്റ്സ് ഉണ്ട് ഇന്ന്. ഇന്നലെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അതുകൊണ്ട് ആ 10 മിനിറ്റ്സിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഇനി സമയം കുറവാണ്. ഞാൻ ജസ്റ്റ് ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ സ്ക്രോൾ ചെയ്ത് പോകും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ടെക്സ്റ്റ് NCERT നോക്കി അത് സോൾവ് ചെയ്യുക. ആൻഡ് നൗ വി ആർ ഗോൺ ടു ഡിസ്കസ് ഫൈലം കോഡേറ്റ. കോഡേറ്റിൽ നമ്മൾ ആദ്യം കണ്ട എന്താ, കോഡേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. കോഡേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ഈ ഡയഗ്രാം പഠിച്ചു. ഇനി നെർവ് കോഡും നോട്ടോകോഡും ലേബിളിംഗ് ഞാൻ പറഞ്ഞു. അതിന്റെ കമ്പാരിസൺ ആ ടേബിൾ നമ്മൾ പഠിച്ചു. ഇനി ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാണ്. കോഡേറ്റ രണ്ട് സബ് ഗ്രൂപ്പ് ആക്കി. ഒന്ന് പ്രോട്ടോകോഡേറ്റ്സ്, ഒന്ന് ക്രേനിയേറ്റ അല്ലെങ്കിൽ യൂകോഡേറ്റ്. ഈ ക്രേനിയേറ്റ അല്ലെങ്കിൽ യൂകോഡേറ്റ്സിലാണ് നോട്ടോകോഡ് അഡൽട്സിൽ വെർട്ടിബ്രൽ കോളം ആയിട്ട് പ്രോഗ്രസ് ആവുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ആവുന്നത്. ഇനി പ്രോട്ടോകോഡേറ്റിന്റെ വേറെ പേരെന്താ, ക്രേനിയേറ്റ. അവര് എങ്ങനത്തെ ജീവികളാ, ഭയങ്കര പ്രിമിറ്റീവ് ജീവികളാ. അവര് ഡിവൈഡ് ഇൻറ്റു 2. ആദ്യത്തത് യൂറോകോഡേറ്റ്സ്, രണ്ടാമത്തത് സെഫാലോകോഡേറ്റ്സ്. യൂറോകോഡേറ്റ്സിന്റെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ അവരുടെ നോട്ടോകോഡ് ലാവൽ ടെയിലിന് മാത്രമാണ് ഉള്ളത്. അത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അവരുടെ നോട്ടോകോഡ് ലാർവൽ ടെയിലിന് മാത്രമാണ് ഉള്ളത്. ആൻഡ് അവര് എക്സിബിറ്റ് ചെയ്യുന്ന എന്താ, റെട്രോഗ്രസീവ് മെറ്റമോർഫോസിസ്. റെട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് എക്സിബിറ്റ് ചെയ്യുന്ന ആരാ എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. യൂറോകോഡേറ്റ്സ് എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ 4 എക്സാമ്പിൾ ഉണ്ട് ടെക്സ്റ്റിൽ. ആ എക്സാമ്പിളിന്റെ ന്യൂമോണിക് ഡാഷ് എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഡി എന്താ, എ ആസിഡിയ, എസ് ആൽഫ, എച്ച് ഹെർമീനിയ. ഈ 4 എക്സാമ്പിൾ പഠിച്ചു. അതിന്റെ 2 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി അടുത്തത് സെഫാലോകോഡേറ്റ്സ്. സെഫാലോകോഡേറ്റ്സ് എങ്ങനെയാ, അവരുടെ നോട്ടോകോഡ് ഇസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ആൻഡ് ഇസ് പ്രസന്റ് ഫ്രം ഹെഡ് ടു ടെയിൽ. ജസ്റ്റ് ടെയിലിന് മാത്രമല്ല, ഇറ്റ് ഇസ് പ്രസന്റ് ഫ്രം ഹെഡ് ടു ടെയിൽ. ആൻഡ് അവരുടെ ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അവർക്ക് ഹാർട്ട് ഇല്ല. ആൻഡ് എക്സാമ്പിൾ എന്തൊക്കെയാ, ആംഫിയോക്സിസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ്. ആംഫിയോക്സിസ് ഓർ ലാൻസ്ലെറ്റ് അത് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത എക്സാമ്പിൾ ബ്രാങ്കിയോസ്റ്റോമ. അവർ ചിലപ്പോൾ ഓപ്ഷനിൽ കൊടുക്കും ബ്രാങ്കിയോസ്റ്റോമ ഇസ് ഓൾസോ നോൺ ആസ് ലാൻസ്ലെറ്റ് എന്ന്. അത് ശരിയാണോ? ബ്രാങ്കിയോസ്റ്റോമിന്റെ മറ്റേ പേരാണോ ലാൻസ്ലെറ്റ്? അല്ലല്ലോ. ആംഫിയോക്സിസിന്റെ അല്ലേ മറ്റേ ഓൾസോ നോൺ ആസ് ലാൻസ്ലെറ്റ്. അപ്പൊ അറിഞ്ഞിരിക്കുന്ന ആംഫിയോക്സിസ് ആണ് ലാൻസ്ലെറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് അവരുടെ എക്സ്ക്രീഷൻ എങ്ങനെയാ, പ്രോട്ടോനെഫ്രീഡിയ വിത്ത് സോളിനോസൈറ്റ്സ് ആൻഡ് റെസ്പിറേഷൻ വിത്ത് ബോഡി സർഫസ്. ഈ സോളിനോസൈറ്റ്സ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. സോളിനോസൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസം ഏതാ, അല്ലെങ്കിൽ ഏത് ഫൈലമാണ്? പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ അതൊരു റിവിഷൻ പോലെ ആയി. അപ്പൊ നമ്മൾ പഠിച്ചു, എക്സാമ്പിൾ പഠിച്ചു, അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫൈലം കോഡേറ്റ ഇസ് ഡിവൈഡ് ഇൻറ്റു 3 സബ് ഫൈല.
ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ സെക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ യൂറോകോഡേറ്റ അതൊരു സബ് ഫൈലമാണോ സബ് ക്ലാസ് ആണോ ഡിവിഷൻ ആണോ ഏത് സാധനമാണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം അതൊരു സബ് ഫൈലമാണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ സബ് ഫൈലത്തിന് വെച്ചാൽ നമ്മൾ യൂറോകോഡിന്റെ വേറെ പേര് ട്യൂണിക്കേറ്റ ആൻഡ് സെഫലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. subphylum Eurocodata and Cephalocodata are often referred to as protocodates. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു പ്രോട്ടോകോഡേറ്റ്സിന്റെ താഴെയാണ് വരുന്നത് യൂറോകോഡേറ്റയും സെഫലോകോഡേറ്റയും. ആൻഡ് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആർ എക്സ്ക്ലൂസീവ്ലി മറീൻ. അതൊരു അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. Protocodates are exclusively marine. ആൻഡ് ഇൻ യൂറോകോഡേറ്റ് നോട്ടോകോഡേറ്റ്സ് പ്രസന്റ് ഓൺലി ഇൻ ലാവൽ ടെയിൽ അത് പഠിച്ചു. പക്ഷെ സെഫലോകോഡേറ്റിൽ എങ്ങനെയാ അവരുടെ മെയിൻ ഡിഫറൻസ് എന്താ? സെഫലോകോഡേറ്റിൽ എക്സ്റ്റെൻസ് ഫ്രം ഹെഡ് ടു ടെയിൽ പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. ഇത് എപ്പോഴും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഈ എക്സ്ക്ലൂസീവ്ലി മറീനും പിന്നെ ഏതിന്റെയാണ് ലാവൽ ടെയിലിന് മാത്രം ഏത് സബ് ഫൈലത്തിന്റെയാണ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. ഇനി എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ഡാഷിന്റെ ഡി എന്താ? ഡോലിയോലം. എ അസിഡിയ, എസ് സാൽപ്പ, എച്ച് ഹെർഡ്മേനിയ. ആൻഡ് അസിഡിയ ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഡയഗ്രം ഉണ്ട്, അതും അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ദ മെമ്പേഴ്സ് ഓഫ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ പോസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡിൽ അവർക്ക് നോട്ടോകോഡ് ഉണ്ട്, പക്ഷേ നോട്ടോകോഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ഇൻ ദി അഡൽട്ട്. അവർക്ക് അഡൽട്ടിൽ എങ്ങനെയാ? അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ദ മെമ്പേഴ്സ് ഓഫ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ നോട്ടോകോഡ് ഡ്യൂറിംഗ് എംബ്രിയോണിക് പീരീഡ് ഉണ്ട്, പക്ഷെ അത് റീപ്ലേസ്ഡ് ആവാണ് വിത്ത് കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ ദി അഡൽട്ട്. ഇനി അടുത്തൊരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാല് അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. അത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ് അത്? സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓൾ കോഡേറ്റ്സ് ആർ വെർട്ടിബ്രേറ്റ്സ് ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ നോട്ട് കോഡേറ്റ്സ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ആൻഡ് ബിസൈഡ് ദ ബേസിക് കോഡേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ നോർമൽ ഇതുവരെ നമ്മൾ നോക്കിയ സാധനങ്ങളാണ്. ആൻഡ് വെർട്ടിബ്രേറ്റ്സിന്റെ വേറെ പ്രത്യേകത എന്താ? അവർക്ക് വെൻട്രൽ മസ്കുലർ ഹാർട്ട് ഉണ്ട് വിത്ത് 2, 3 or 4 ചേംബേഴ്സ്. കിഡ്നി ഉണ്ട് അവർക്ക്, എക്സ്ക്രീഷൻ ഓസ്മോ റെഗുലേഷൻ കിഡ്നി ഉണ്ട്. ആൻഡ് പേഡ് അപ്പൻഡേജസ് ഉണ്ട് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കാം. വെർട്ടിബ്രേറ്റ ദ സബ് ഫൈലം. വെർട്ടിബ്രേറ്റ എന്താ? സബ് ഫൈലം ആണോ സബ് ക്ലാസ് ആണോ ഡിവിഷൻ ആണോ ക്ലാസ് ആണോ എങ്ങനെയാ കിങ്ഡം ആണോ എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത്? സബ് ഫൈലം ആണ്. ദ സബ് ഫൈലം വെർട്ടിബ്രേറ്റ ഇസ് ഡിവൈഡഡ് ആസ് ദ ഫോളോയിങ്. എന്താ? രണ്ട് ഡിവിഷനായി ഡിവൈഡ് ചെയ്തു. എന്ത് ബേസിസ് ക്ലാസിഫിക്കേഷൻ വെച്ച്? അവർക്ക് ജോ ഉണ്ടോ ഇല്ലയോ, അവര് ജോലെസ് ആണോ വിത്ത് ജോ ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ. അഗ്നാത്ത എന്താ? അഗ്നാത്ത എന്ന് പറഞ്ഞാൽ എ ഗ്നാത്ത. ഗ്നാത്ത ജോ ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്. അപ്പൊ വിത്തൗട്ട് ജോ. അപ്പൊ അതാണ് ഡിവിഷൻ അഗ്നാത്ത. ഗ്നാത്തോസ്റ്റോമേറ്റ ബേസ് ജോ. അഗ്നാത്തിന് താഴെ ക്ലാസ് ഏതാ? സൈക്ലോസ്റ്റോമേറ്റ. ഇസ് സൈക്ലോസ്റ്റോമേറ്റ ക്ലാസ്, സബ് ഡിവിഷൻ, ഡിവിഷൻ ഓർ ഫൈലം? അങ്ങനെ വെച്ചാൽ സബ് ഫൈലം ആണോ? അങ്ങനെ വെച്ചാൽ നമ്മൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം സൈക്ലോസ്റ്റോമേറ്റ ഇസ് എ ക്ലാസ്. അതിന്റെ ഏത് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് അറിഞ്ഞിരുന്നു. ഇനി നമ്മൾ അഗ്നാത്തിന്റെ താഴെ സൈക്ലോസ്റ്റോമേറ്റ പഠിച്ചു. നാത്തോസ്റ്റോമേറ്റിന്റെ താഴെ സൂപ്പർ ക്ലാസ്സസ് ആണ് രണ്ടെണ്ണം, സൂപ്പർ ക്ലാസ് സ്പീസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡയും. അവര് എന്തിന്റെ ബേസിസിലാണ്? അവരുടെ അപ്പൻഡേജസ് എന്ത് ടൈപ്പാ? വിച്ച് ഫിൻ ആണോ ഉള്ളത്, ലിംബ് ആണോ ആസ് അപ്പൻഡേജസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആണ് രണ്ട് സൂപ്പർ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഇനി പിസസ്, സൂപ്പർ ക്ലാസ് പിസസിന്റെ താഴെ വരുന്ന ക്ലാസ്സസ് ഏതൊക്കെയാ? കോൺട്രിക്ടൈസും ഓസ്റ്റിച്ച്തൈസും. ഇതിന്റെ അടിയിൽ വേറൊരു എക്സ്റ്റിങ്ക്ട് ആയ പ്ലാക്കോഡെർമി, അതിവിടെ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലാക്കോഡെർമി എന്ന് പറഞ്ഞൊരു ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് എക്സ്റ്റിങ്ക്ട് ആയതുകൊണ്ട് ഇറ്റ്സ് നോ മോർ മെൻഷൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എക്സ്റ്റിങ്ക്ട് ആയൊരു പീസസ് ആണ് പ്ലാക്കോഡെർമി. ഇനി ക്ലാസ്സിൽ കോൺട്രിക്ടൈസും ഓസ്റ്റിച്ച്തൈസും. ഇനി അടുത്തത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ടെട്രാപോഡയിൽ ക്ലാസ്സസ് 4 ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. നമ്മൾ 1 by 1 ഇതിലേക്ക് നോക്കാൻ പോവാണ്. ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക, പഠിക്കുക. ഇനി ഈ പേജിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ജോലസ് വെർട്ടിബ്രേറ്റ്. ജോലസിന്റെ സാധനം എന്താ? അഗ്നാത്ത. വിത്തൗട്ട് ജോ, എ ഗ്നാത്ത. അഗ്നാത്തിന്റെ താഴെ വരുന്നതാണ് എന്ത്? എക്സാമ്പിൾ പെട്രോമൈസിൻ. പെട്രോമൈസിൻ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റ നോക്കാം. All living members of cyclostomata are ectoparasites.
അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. സൈക്ലോസ്റ്റൊമേറ്റ ഓൾ ലിവിംഗ് മെമ്പേഴ്സ് എക്ടോ പാരസൈറ്റ്സ് ആണ്. എന്തിന്റെ എക്ടോ പാരസൈറ്റ്സ് ആണ്? ഓൺ വിച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസം? ഫിഷസിന്റെ മേലെയുള്ള എക്ടോ പാരസൈറ്റ്സ് ആണ് ഇവര്. ദേ ഹാവ് എൻ ഇലോങ്ങേറ്റഡ് ബോഡി ബെയറിംഗ് ഹൗ മെനി പേഴ്സ് അല്ലെങ്കിൽ ഹൗ മെനി നമ്പേഴ്സ്? 6 to 15 പേഴ്സ് ആണോ 6 to 15 നമ്പേഴ്സ് ആണോ ഗിൽ സ്ലിറ്റ്സ് എന്ന് വെച്ച് നമുക്ക് അറിയാൻ പറ്റണം. 6 to 15 പേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്. ആ ഗിൽ സ്ലിറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താ അറിയാം? കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും. റെസ്പിറേഷൻ. ഇനി സൈക്ലോസ്റ്റോംസിന്റെ വേറെ പ്രത്യേകത, ദേ ഹാവ് എ സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. അതുകൊണ്ടാണ് ഇവരുടെ ഡിവിഷൻ ആക്ടിനകത്തിൽ കൊടുത്തിരിക്കുന്നത്, വിത്തൗട്ട് ജോസ് ആയതുകൊണ്ട്. അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. അത് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് വരാം. കാരണം അത്രയും തവണ ചോദിക്കണം. ദ ബോഡി ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ് ഇൻ വിച്ച് ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസംസിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. ആൻഡ് അവരുടെ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം എങ്ങനെ? കാർട്ടിലേജിനസ്. ബോണിയാണോ കാർട്ടിലേജിനസ് ആണോ? എങ്ങനെ? കാർട്ടിലേജിനസ്. സർക്കുലേഷൻ ക്ലോസ്ഡ് ആണെന്നറിയാം. സൈക്ലോസ്റ്റോംസ് മെറീൻ ആണ്. പക്ഷെ അവർ സ്പോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? റീപ്രൊഡക്ഷന്റെ സമയത്ത് അവർ ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതിന്റെ പേരെന്താ? ഫ്രഷ് വാട്ടറിലേക്ക് എങ്ങോട്ടാ മൈഗ്രേറ്റ് ചെയ്യുന്ന? ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ പേരെന്താ? ആനഡ്രോമസ് മൈഗ്രേഷൻ. ആനഡ്രോമസ്. ഇനി കടലിലേക്ക് അല്ലെങ്കിൽ സീയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് കാറ്റഡ്രോമസ്. ഇങ്ങനെ ആലോചിക്കാം. കടല് തുടങ്ങുന്നത് കാ വെച്ചല്ലേ, സി വെച്ചാന്ന് ആലോചിക്കുകയാണെങ്കിൽ കടലിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കാറ്റഡ്രോമസ് മൈഗ്രേഷൻ. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ എന്താ? ഫ്രഷ് വാട്ടറിലേക്കാണ് പോകുന്നത്. ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നതിന്റെ പേര് ആറ്റിലേക്ക്. നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കാം. ആറ്റിലേക്ക് പോകുന്നതിന് നമ്മൾ ആനഡ്രോമസ്, RAA, അങ്ങനെ ആനഡ്രോമസ് മൈഗ്രേഷൻ. അവര് മെറീൻ ആയിരുന്നു. മൈഗ്രേറ്റ് ചെയ്ത് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ആറ്റിലേക്ക് പോയപ്പോൾ ആനഡ്രോമസ് മൈഗ്രേഷൻ കാണിച്ചു. ആൻഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ സ്പോണിംഗ് ദേ ഡൈ. പിന്നെ അവരുടെ ലാർവ എക്സിബിറ്റ് ചെയ്യുന്നത്, അവരുടെ ലാർവ എങ്ങോട്ടാ മൈഗ്രേറ്റ് ചെയ്യുന്നത്? ആഫ്റ്റർ മെറ്റമോർഫോസിസ് അവര് ഓഷ്യനിലേക്ക് അല്ലെങ്കിൽ സീയിലേക്കാണ്. അവര് ലാർവ എക്സിബിറ്റ് ചെയ്യുന്ന മൈഗ്രേഷൻ ഏതാന്ന് വെച്ചാൽ പറയണം. അവർ കടലിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ? കാറ്റഡോമസ് മൈഗ്രേഷൻ. ഇനി അടുത്തത് എക്സാമ്പിൾ പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംപ്രെ, മിറ്റ്സൺ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. ഈ എക്സാമ്പിള് മറ്റുള്ള എക്സാമ്പിൾ ആയിട്ട്, അതായത് അസിഡിയ, സാൽപ്പ, ഡോലിയോളം, യൂറോകോഡേസിന്റെയോ എക്സാമ്പിൾ ആയിട്ട് കൺഫ്യൂസ്ഡ് ആവാണ്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്ലാസ് കോൺട്രിക്സ് തൈസ് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചാണ്. ഇവിടെ വരുന്നതൊക്കെ എക്സ്ക്ലൂസീവ്ലി മെറീൻ ആണ്. അപ്പൊ ദേ ആർ ഓൾസോ മെറീൻ ആനിമൽസ് വിത്ത് സ്ട്രീം ലൈൻഡ് ബോഡി. അവര് ഫിഷസിന്റെ താഴെ വരുന്നുണ്ട്. കോൺട്രിക്സൈസും ഓസ്റ്റിസൈസും സൂപ്പർ ക്ലാസ് ഫിഷസിന്റെ താഴെ വരുന്നതാണ്. അപ്പൊ അവരെങ്ങനെയാ സ്ട്രീം ലൈൻ ബോഡി കാണിക്കും? സ്വിമ്മിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് അവരുടെ എൻഡോസ്കെലിറ്റൺ എങ്ങനെയാ? ബോണിയാണോ കാർട്ടിലേജിനസ് ആണോ? കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ. കോൺട്രിക്ടൈസിന്റെ സി വെച്ച് ആലോചിക്കാം. കോൺട്രിക്ടൈസിനും സി ഉണ്ട്, എൻഡോസ്കെലിറ്റന്റെ കാർട്ടിലേജിനസിനും സി ഉണ്ട്. അപ്പൊ കോൺട്രിക്ടൈസിന് എങ്ങനെ? കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ. ആൻഡ് അവന്റെ മൗത്ത് എങ്ങനെയാ? വെൻട്രലി. ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. വെൻട്രലി എന്ന് വെച്ചാൽ എന്താ? വെൻട്രൽ സൈഡില് ഇവിടെ. ടെർമിനൽ എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും. വെൻട്രൽ എന്ന് വെച്ചാൽ ഇത്തിരി താഴെ, അതായത് വെൻട്രൽ സൈഡിൽ. ഇതാണ് അവരുടെ മൗത്ത്. ഈ വെൻട്രൽ സൈഡിലല്ലേ. അപ്പൊ എങ്ങനെയാ? അവർക്ക് വെൻട്രൽ മൗത്ത് ആണ്. ആൻഡ് നോട്ടോകോഡസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. നമ്മൾ വേറൊരു സെക്ഷനിൽ പഠിച്ചിരുന്നു. വേറൊരു സാധനത്തിന്റെ നോട്ടോകോഡസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ്. അത് ഏതിന്റെ ആയിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞാൽ സെഫലോകോഡേറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. നോട്ടോകോഡസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലൈഫ്. ആ സെന്റൻസ് ഇവിടെയും വരികയാണ്. അപ്പൊ നമുക്ക് വെച്ചാൽ സെഫലോകോഡേറ്റ്സിനും കോൺട്രിക്ടൈസിനുള്ള പ്രത്യേകത നോട്ടോകോഡസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. ആൻഡ് gill slits are separate and without operculum. Skin is tough, containing placoid scales. അവരുടെ ടീത്ത് ആർ മോഡിഫൈഡ് placoid scales which are backwardly directed. ഈ ബാക്ക്വേർഡ്ലി തന്നെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒറ്റ നോട്ട് തോന്നില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്താലും നമ്മൾ ഫോർവേഡ്ലി ഡയറക്റ്റഡ്, ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്, ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ആൻഡ് the jaws are very powerful. These animals are predaceous animals ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ്, അവർക്ക് എയർ ബ്ലാഡർ ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? എയർ ബ്ലാഡർ എന്തിനാ? ബോയിൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. ബോയിൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഫങ്ഷണൽ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ അവർക്ക് എന്താ ചെയ്യാ? അവർക്ക് എപ്പോഴും സ്വിം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർ സിങ്ക് ആയി പോകും. അപ്പൊ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. അപ്പൊ അത്രയും കാര്യം നോക്കി. ഇനി സൈഡിലത്തെ ഡയഗ്രാം.
സ്കോളിയോഡോൺ, പ്രിസ്റ്റിസ്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇതാണ് സ്കോളിയോഡോൺ, ഇതാണ് പ്രിസ്റ്റിസ്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. അപ്പൊ കോൺട്രിക്ടേഴ്സിന്റെ മെയിൻ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടി പറയാം. കോൺട്രിക്ടേഴ്സിന്റെ C സ്റ്റാൻഡ്സ് ഫോർ കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ. അവര് നോട്ടോകോഡ് അലോങ് വിത്ത് സെഫലോകോഡിഡ്സ്, ഇവർക്കും നോട്ടോകോഡ് ഇസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ആൻഡ് they have placoid scales. Their teeth are modified placoid scales which are backwardly directed, and they are predaceous animals. പിന്നെന്താ, അവർക്ക് എയർ ബ്ലാഡർ ഇല്ല, അപ്പൊ സ്വിം ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ്ലി ടു അവോയ്ഡ് സിങ്കിങ്. ആൻഡ് ഹാർട്ട് ഇസ് 2 chambered. ഹാർട്ട് ഇസ് 2 chambered. ചില ഓർഗാനിസംസിന് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്. ആ ഇലക്ട്രിക് ഓർഗൻസിലെ എക്സാമ്പിൾ എന്താ? ടോർപിഡോ. ആ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഇലക്ട്രിക് ഓർഗൻ ഉള്ള ഏത് കാർട്ടിലേജിനസ് ഫിഷ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ടോർപിഡോ. ആൻഡ് സം പോസസ് പോയിസൺ സ്റ്റിങ്. ട്രൈഗൺ. പോയിസൺ സ്റ്റിങ് ഉള്ളത് ഏതാ? ട്രൈഗൺ. ഇലക്ട്രിക് ഓർഗന്റെ ടോർപിഡോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് രണ്ടും T വെച്ചായതുകൊണ്ട്, അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവാണ്ട് നോക്കുക. ആൻഡ് they are poikilothermous. They lack the capacity to regulate body temperature. Sexes are separate. In males, pelvic fins bear claspers. മെയിൽസിലാണോ ഫീമെയിൽസിലാണോ? ഏത് ഫിന്നാ? പെക്ടറൽ ഫിന്നാണോ, പെൽവിക് ഫിന്നാണോ, വെൻട്രൽ ഫിന്നാണോ, ബാക്കി ഏത് ഫിന്നാണ് ബെയർ ചെയ്യുന്ന ക്ലാസ്പർ? അത് അറിഞ്ഞിരിക്കണം. മെയിൽസിലെ പെൽവിക് ഫിൻസിലാണ് ക്ലാസ്പേഴ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉള്ളത്. ആൻഡ് അവരുടെ ഫെർട്ടിലൈസേഷൻ എങ്ങനെ? ഇന്റേർണൽ ഫെർട്ടിലൈസേഷൻ. ആൻഡ് മെനി ഓഫ് ദം ആർ വിവിപാരസ്. ഇത്രയും അറിഞ്ഞിരുന്നു. ഇനി എക്സാമ്പിൾസ് നോക്കി. എക്സാമ്പിൾ സ്കോളിയോഡോൺ. സ്കോളിയോഡോന്റെ വേറെ പേര് ഡോഗ് ഫിഷ്. പ്രിസ്റ്റിസ്. പ്രിസ്റ്റിസിന്റെ വേറെ പേര് സോ ഫിഷ്. കാർചാറോഡോൺ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ട്രൈഗൺ സ്റ്റിംഗ് റേ. ട്രൈഗണിന്റെ അഡ്വാൻറ്റേജ് എന്താ? അവർക്ക് പോയിസൺ സ്റ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ സ്റ്റിംഗ് റേ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പ്രിസ്റ്റിസിന്റെ ഡയഗ്രാം കണ്ടു. പ്രിസ്റ്റിസിന്റെ വേറെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? സോ ഫിഷ്. സോ എന്ന് വെച്ചാൽ മറ്റേ മരമെല്ലാം മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇങ്ങനത്തെ ടീത്ത് ഉള്ള ഒരു സാധനം. ഇതിനെ സോ ഫിഷ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇതിന്റെ അറ്റത്ത് സോ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പ്രഡേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോ അങ്ങനെ അറിഞ്ഞിരിക്കാം. പ്രിസ്റ്റിസിന്റെ വേറെ പേരാണ് സോ ഫിഷ്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അടുത്ത ഓസ്റ്റിച്ച്തൈസ്. ആദ്യം ഓസ്റ്റിച്ച്തൈസിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ആദ്യത്തെ ഹിപ്പോ ക്യാമ്പസ് ആണ്, അല്ലെങ്കിൽ ഹോസ് ഫിഷ് ആണ്. രണ്ടാമത്തെ കാറ്റ്ല. ക്ലാസ് ഓസ്റ്റിച്ച്തൈസ്. ഓസ്റ്റിച്ച്തൈസ് എങ്ങനെയാ? അവർക്ക് ബോത്ത് മെറീൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഉണ്ട്. വിത്ത് അവരുടെ എൻഡോസ്കെൽട്ടൺ എങ്ങനെയാ? ബോണി. കോൺട്രിക്ടൈസ്. C സ്റ്റാൻഡ്സ് ഫോർ കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഒബ്വിയസ്ലി ബോണി എൻഡോസ്കെൽട്ടൺ. ആൻഡ് അവരുടെ ബോഡിയും സ്ട്രീം ലൈൻഡ് ആണ്. മൗത്ത് ഇസ് ടെർമിനൽ. മറ്റടുത്ത് എങ്ങനെയാ? വെൻട്രൽ. നമ്മൾ ഷാർക്ക് ഒക്കെ ആലോചിച്ചറിയാം. മറ്റേ ഗ്രൂപ്പിലാണ് ഷാർക്ക് വരുന്നത്. ഷാർക്കിന്റെ മൗത്ത് എങ്ങനെ? വെൻട്രൽ സൈഡിലാണ്, ടെർമിനൽ അല്ല. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഷാർക്ക് കംസ് അണ്ടർ കോൺട്രിക്ടൈസ്. അപ്പൊ അവർക്ക് അങ്ങനെ വെൻട്രൽ മൗത്ത് ആണ്. പക്ഷെ ഇതിലെങ്ങനെ? ഓസ്റ്റിച്ച്തൈസിന് അവർക്ക് ടെർമിനൽ മൗത്ത് ആണ്. അതായത് അറ്റത്ത് കണ്ട ടെർമിനൽ സൈഡിലാണ് അവർക്ക് മൗത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഡയഗ്രാം വെച്ച് പഠിച്ചു. ആൻഡ് 4 pairs ഓഫ് ഗിൽസ് ഉണ്ട്. ആൻഡ് അവർക്ക് ഓപ്പർക്യുലം ഉണ്ട് ഓൺ ഈച്ച് സൈഡ് 4 pairs. ഈ പെയർ നോട്ട് ചെയ്യാം. ആൻഡ് അവർക്ക് എയർ ബ്ലാഡർ ഉണ്ടോ? ഉണ്ട്. അവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്. അപ്പൊ അവർക്ക് കണ്ടിന്യൂസ്ലി സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല ബോയിൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് ഹാർട്ട് ഇസ് 2 chambered. 1 auricle 1 ventricle. ആൻഡ് കോൾഡ് ബ്ലഡഡ് ആണ്. സെക്സ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇസ് യൂഷ്വലി എക്സ്റ്റേണൽ. മറ്റേടത്ത് ഇന്റേണൽ ആയിരുന്നു ഫെർട്ടിലൈസേഷൻ. ഇന്റേണൽ ആൻഡ് വിവിപേരസ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ എങ്ങനെയാ? എക്സ്റ്റേണൽ. യൂഷ്വലി എക്സ്റ്റേണൽ. ദേ ആർ മോസ്റ്റ്ലി ഒവിപാരസ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ഡിറക്റ്റ്. ഇത്രയും കാര്യം നോക്കി. ഇനി എക്സാമ്പിൾസിന് മെയിൻ കാര്യം മെറീൻ ആരൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. ഫ്രഷ് വാട്ടർ ആരൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. അക്വേറിയത്തെ കാണുന്ന ആരൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. ഇതില് മെറീൻ എക്സോസീറ്റസിന്റെ വേറെ പേര് ഫ്ലൈയിങ് ഫിഷ്. ഹിപ്പോകാമ്പസിന്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിപ്പോകാമ്പസ് എങ്ങനെയാ? സീ ഹോഴ്സ്. ഫ്രഷ് വാട്ടർ കാണുന്ന ഏതാ? ലേബിയോ അല്ലെങ്കിൽ രോഹു. കാറ്റ്ലയുടെ വേറെ പേര് കാറ്റ്ല. ക്ലേറിയാസ് മഗുർ. ക്ലേറിയാസ് മഗുറിന്റെ വേറെ പേരാണ് കാറ്റ് ഫിഷ്. ഏതാണ്? കാറ്റ് ഫിഷ്. ഫ്രഷ് വാട്ടറിലുള്ള 3 എണ്ണം ഏതൊക്കെ? LCC, ലേബിയോ, കട്ല, ക്ലേറിയാസ്. ഇനി അക്വേറിയത്തിൽ കാണുന്ന ബെറ്റ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫിഷ്. ഇങ്ങനെ ആലോചിക്കാം. ബേട്ട എന്ന് വെച്ചാൽ സൺസ് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നമുക്കറിയാം. ബെറ്റ ഇസ് ഓൾസോ നോൺ ആസ് ഫൈറ്റിംഗ് ഫിഷ്. ഇനി ടെറോഫില്ലം എന്താ? അതിന്റെ വേറെ പേരെന്താ? ഏഞ്ചൽ ഫിഷ്. ടെറോഫില്ലം ഇസ് ഓൾസോ നോൺ ആസ് ഏഞ്ചൽ ഫിഷ്.
കാറ്റ് ഫിഷ് ഏതാ പഠിച്ചത്? ക്ലേരിയാസ്. ക്ലേരിയാസ് ഏതാ? മറീൻ ആണോ, ഫ്രഷ് വാട്ടർ ആണോ, അക്വേറിയം ആണോ? ഫ്രഷ് വാട്ടർ. അപ്പൊ അങ്ങനെ എങ്ങനെ ചോദിച്ചാലും പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ക്ലാസ് ആംഫിബിയ. ആംഫിബിയ എന്ന് പറഞ്ഞാൽ എന്താ? പേര് പോലെ തന്നെ ആംഫി എന്ന് പറഞ്ഞാൽ ഡുവൽ, ബയോസ് എന്ന് പറഞ്ഞാൽ ലൈഫ്. അവരുടെ ലൈഫ് ബോത്ത് ഇൻ അക്വാട്ടിക് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സിലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവരുടെ ആംഫിബിയ. അവർക്ക് ലാൻഡിലും ജീവിക്കാൻ പറ്റും, വാട്ടറിലും ജീവിക്കാൻ പറ്റും. ആൻഡ് ദേ ഹാവ് 2 pairs of limbs. അത് നമുക്ക് ഫ്രോഗിന് ഏതെങ്കിലും ഒരു എക്സാമ്പിളിന് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. അവർക്ക് 2 pairs of limbs ആണ് ഒബ്വിയസ്ലി ഉള്ളത്. ആൻഡ് ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്ന ബോഡി ഓർഗനൈസം മൊളസ്കിൽ എങ്ങനെയാ? അവർക്ക് ഹെഡ് ഉണ്ട്, തൊറാക്സ് ആബ്ഡമൻ ആണോ അവർക്കുള്ളത്? അല്ല, ഹെഡ് തൊറാക്സ് ആബ്ഡമൻ ആർത്രോപോഡ്സിനായിരുന്നു. മൊളസ്കിന് എങ്ങനെയാ? ഹെഡ്, മസ്കുലർ ഫൂട്ട് ആൻഡ് വിസറൽ ഹംപ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാ? അവർക്ക് ഹെഡും ട്രങ്കും മാത്രമാണ്. ഒരു ഹെഡ് ഉണ്ട്, ഒരു ട്രങ്ക് ഉണ്ട്. ആൻഡ് ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം. ഇവിടെ സാലമാൻഡർക്ക് നമുക്ക് ഇവിടെ കാണാം ടെയിൽ ഉണ്ട്. അപ്പൊ ടെയിൽഡ് ആംഫിബിയൻ ചോദിച്ച സാലമാൻഡർ എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇവിടെ സ്കിൻ എങ്ങനെയാ? നമുക്കറിയാം ഫ്രോഗിന്റെ സ്കിൻ എങ്ങനെയാ? സ്കെയിൽ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഫ്രോഗിന്റെ സ്കിൻ സ്കെയിൽ ഇല്ലാത്ത ആംഫിബിയൻ സ്കിൻ ഇസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. ഐസ് ഹാവ് ഐലിഡ്സ്. ആൻഡ് അവരുടെ ഇയർ ഇസ് റെപ്രസെന്റഡ് ബൈ വാട്ട് സ്ട്രക്ചർ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ടിംപാനും. ഈ ഓരോന്നും പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. അത് അങ്ങനത്തെ ഓറിയന്റേഷന് നമ്മൾ വായിക്കും. ആൻഡ് ear is represented by tympanum. Alimentary canal, urinary and reproductive tracts open into a common chamber called the cloaca, which opens to the interior ano exterior ano? Which opens to the exterior. അപ്പൊ അവർക്ക് എലിമെന്ററി കനാലും യൂറിനറിയും റീപ്രൊഡക്റ്റീവ് ട്രാക്സും എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ചേംബർ കോൾഡ് ക്ലോയേക്കയിലേക്കാണ്. ആൻഡ് റെസ്പിറേഷൻ എങ്ങനെയാ? ഗിൽസ് ആവാം, ലങ്സ് ആവാം, ത്രൂ സ്കിന്നും ആവാം. ആൻഡ് ഹാർട്ട് ഇത്രയും നേരം നമ്മൾ ഫിഷിൽ എങ്ങനെയാ പഠിച്ചത്? ഹാർട്ട് ഇസ് 2 chambered, 1 ventricle and 1 auricle എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ എങ്ങനെയാ? 3 chambered. ഇതിൽ എത്ര ഓറിക്കിൾസ്, എത്ര വെൻട്രിക്കിൾ ഉണ്ട്? 2 ventricle 1 auricle ആണോ? അല്ല, 2 auricleഉം 1 ventricle-ഉം. 2 auricleഉം 1 ventricle-ഉം and they are 3 chambered. And sexes are separate. Fertilization is external. Oviparous and development is indirect. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇതിലെ മെയിൻ പോയിന്റ് ഞാൻ പറയാം. 2 pairs of limbs ഉണ്ട്. വാട്ട് റെപ്രസെന്റ്സ് ദിയർ? ടിംപാനം. അവർക്ക് ഐലിഡ്സ് ഉണ്ടോ ഇല്ലയോ? ഐലിഡ്സ് ഉണ്ട്. ആൻഡ് സ്കിൻ സ്കെയിൽ ആണോ സ്കെയിൽലെസ് ആണോ? സ്കെയിൽ ഉള്ളതാണോ ഇല്ലാത്താണോ? വിത്തൗട്ട് സ്കെയിൽസ് ആണ്. അപ്പൊ സ്കെയിൽലെസ് ആണ്. ആൻഡ് ഹാർട്ട് എങ്ങനെയാ? 2 chambered ആണോ 3 chambered ആണോ? എത്ര ഓറിക്കിൾ, എത്ര വെൻട്രിക്കിൾ? 2 oricles and 1 ventricle. അവരുടെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാ? ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? എക്സ്റ്റേണൽ. Oviparous or viviparous? Oviparous. And indirect development. Example എന്താ? ബഫോ, ടോഡ്, റാന, ഫ്രോഗ്, ഹൈല, ട്രീ ഫ്രോഗ്. ഇതെപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാണ്. ബഫോ, റാന, ഹൈല, സാലമാൻഡർ, ഇക്തിയോഫിസ്. ഇത്രയും സാധനം ഒരു സെക്ഷനിൽ കൊടുത്തിട്ട് അപ്പുറത്തും മാച്ച് ദ ഫോളോയിങ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ടോഡ്? ഏതാ ഫ്രോഗ്, ഏതാ ട്രീ ഫ്രോഗ്? അത് കൺഫ്യൂഷൻ ആണ്, അറിഞ്ഞിരിക്കണം ഏതിനെ റെസ്പെക്റ്റീവ്ലി മാച്ച് ചെയ്യുന്നതെന്ന്. ഇനി ഇക്തിയോഫിസ് വിച്ച് ഇസ് എ ലിംലെസ് ആംഫിബിയ. ഇവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs of limbs എക്സെപ്റ്റ് എന്ന ക്വസ്റ്റ്യൻ വന്ന ലിംസ് ഇല്ലാത്തതായിരിക്കുക. ലിംലെസ് ആംഫിബിയ ഉണ്ട് ഇക്തിയോഫിസ്. ഓക്കെ, അപ്പൊ മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs of limbs എക്സെപ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എക്സെപ്റ്റ് ഇക്തിയോഫിസ്. ഇനി അടുത്തത് ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ എന്താ? ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മെത്തേഡ് വെച്ചാണ് അവര് ലോക്കോമോഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ റെപ്റ്റീലിയ എന്ന് വിളിച്ചത്. റെപ്റ്റീലിയന്റെ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഈസി. എ കാമിലിയോൺ, ബി ക്രോക്കഡിലസ്, സി ചിലോൺ അല്ലെങ്കിൽ ടേർട്ടിൽ, ഡി നാജ. ഇത് ഇത്രയും ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇനി ക്ലാസ് റെപ്റ്റീലിയ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആണ്. ആൻഡ് മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആണ് അവര്. മോസ്റ്റ്ലി ടെറസ്ട്രിയൽ. ബോഡി സ്കെയിൽലെസ് ആണോ സ്കെയിൽ ഇല്ലാത്താണോ? ആംഫിബിയൻ നമ്മൾ പഠിച്ച അവർ സ്കെയിൽലെസ് ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാ? നമുക്കറിയാം ഏതെങ്കിലും ഒരു റെപ്റ്റൈലിനെ മനസ്സിൽ ആലോചിച്ചാൽ തന്നെ അറിയാം. ഫോർ എക്സാമ്പിൾ ക്രോക്കോഡൈലിലെ നാച്ച് സ്കെയിൽ ഉണ്ട്. അപ്പൊ ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ വിത്ത് എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്കൂട്ട്സ് ഉണ്ട്. അപ്പൊ അവര് സ്കെയിൽലെസ് അല്ല, സ്കെയിൽ ഉണ്ട്. ആൻഡ് ഡു ദേ ഹാവ് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ്? അവർക്ക് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഇല്ല. ആംഫിബിയയിൽ എങ്ങനെയാ? അവരുടെ ഇയർ ഇസ് റെപ്രസെന്റഡ് ബൈ ടിംപാൻ എന്നാ പറഞ്ഞത്. ഇവർക്ക് എങ്ങനെയാ? ദേ ഡു നോട്ട് ഹാവ് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ്. ഇവർക്ക് എങ്ങനെയാ? ടിംപാനം റെപ്രസെന്റ് ചെയ്യർ. ഓപ്പണിംഗ് ആയിട്ടില്ല, പക്ഷെ ടിംപാനം റെപ്രസെന്റ് ചെയ്യർ തന്നെയാണ്. അപ്പൊ ടിംപാനം റെപ്രസെന്റ് ചെയ്യർ ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്?
എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ബോത്ത് റെപ്റ്റീലിയ ആൻഡ് ആംഫീബിയ ടിംപാനം റെപ്രസെന്റ്സ് ഇയർ, അല്ലാണ്ട് ഒരു എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല. ആൻഡ് നെക്സ്റ്റ് ലിംസ് വെൻ പ്രസന്റ് ആർ 2 pairs. ഹാർട്ട് ഇസ് യൂഷ്വലി 3 chambered, പക്ഷേ 4 chambered reptiles ആരാ? 4 chambered reptiles ആണ് ക്രോക്കോഡൈൽസ്. 3 chambered നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ആംഫീബിയയിലും 3 chambered ആയിരുന്നു, 2 auricles and 1 ventricle. ഇവിടെ 4 chambered ക്രോക്കോഡൈൽസിൽ കാണുന്നതാണ്. ആൻഡ് സ്നേക്സ് ആൻഡ് ലിസേർഡ്സ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവർക്ക് ഓൾറെഡി സ്കെയിൽ ഉണ്ടായിരുന്നു. ഈ സ്നേക്ക് സ്കെയിൽലെസ് റെപ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ പറയണം സ്കെയിൽസ് അവർക്ക് ഉണ്ട്, സ്കെയിൽലെസ് അല്ല, പക്ഷെ അവർ ഷെഡ് ചെയ്യും സ്കിൻ കാസ്റ്റ് പോലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ, ഒവിപാരസ് ആണ്, ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇനി എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ആൻഡ് വൺ മോർ തിങ്, പോയിസണസ് സ്നേക്സ് ഏതൊക്കെയാണ് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നാജ അല്ലെങ്കിൽ കോബ്ര, ക്രേറ്റ്, വൈപ്പർ, ഇത്രയും 3 സാധനങ്ങളാണ് പോയിസണസിൽ വരുന്നത്. ആൻഡ് ഈ എക്സാമ്പിൾ ഒക്കെ പഠിക്കുക. ആൻഡ് അതിന്റെ ബ്രാക്കറ്റിലുള്ളതും നോട്ട് ചെയ്ത് പഠിക്കുക. മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കുക. ഇനി ക്യാരക്ടറിസ്റ്റിക്, ഇനി ക്ലാസ് ഏവ്സ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഏവ്സ് എന്താന്ന് വെച്ചാൽ ഒറ്റ പറയാൻ പറ്റുന്ന നമുക്ക് എന്താ? പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം കെൻ ഫ്ലൈ. ഫ്ലൈറ്റ് ഇല്ലാത്ത ഏവ്സ് ഏതാ? നമുക്കറിയാം ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് ഫ്ലൈറ്റ്ലെസ് ആണ് അവർക്ക്. ആൻഡ് അടുത്ത പ്രത്യേകത എന്താ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താ വെച്ചാൽ അറിയണം, ദേ ഹാവ് ഫെദേഴ്സ്, പക്ഷെ ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള ബേർഡ്സും ഉണ്ട് ലൈക്ക് ഓസ്ട്രിച്ച്. ആൻഡ് അവരുടെ ഏത് ലിംസ് ആണ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ്? 4 ലിംസ് ആണോ ഹൈൻഡ് ലിംസ് ആണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയണം 4 ലിംസ് ആണ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. ബീക്ക്, അവരുടെ 4 ലിംസ് വിങ്സ് ആയി. ആൻഡ് ഹൈൻഡ് ലിംസ് എങ്ങനെയാ? ജനറലി ഹാവ് സ്കെയിൽസ് ആൻഡ് മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, സ്വിമ്മിങ് ഓർ ക്ലാസ്പിംഗ്. അപ്പൊ ഈ ഹൈൻഡ് ലിംസും 4 ലിംസും മാറി പോകാണ്ട് അറിഞ്ഞിരിക്കുക. ഏതാണ് സ്കെയിൽ ഉള്ളത്, മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, ഏതാണ് വിങ് ആയത് അറിഞ്ഞിരിക്കുക. ആൻഡ് സ്കിൻ ഇസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ്, വിത്തൗട്ട് എക്സെപ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സ്കിൻ ഡ്രൈ ആണ്, ഗ്ലാൻസും ഇല്ല, പക്ഷെ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ വിത്തൗട്ട് എക്സെപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ദി ടെയിൽ. അപ്പൊ അവർക്കൊരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട് ബേസ് ഓഫ് ടെയിൽ. അപ്പൊ അത്രയും നോക്കി. ഇനി എൻഡോസ്കെൽറ്റൻ എങ്ങനെയാ? ഫുള്ളി ഓസിഫൈഡ് ഓർ ബോണി. ആൻഡ് ആ സെന്റൻസ് എപ്പോഴും ഇസ് ഇറ്റ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു ചോദിക്കുന്നതാണ്. ഏവ്സിലെ എൻഡോസ്കെൽറ്റനസ് ഫുള്ളി ഓസിഫൈഡ് അല്ലെങ്കിൽ പാർഷ്യലി ഓസിഫൈഡ് ഓർ ബോണി ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദ ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ കാവിറ്റീസ്. അവർക്ക് ന്യൂമാറ്റിക് ആയിട്ടുള്ള എയർ കാവിറ്റി ഉള്ള ലോങ് ബോൺസും ഉണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ ഒബ്വിയസ്ലി ഫ്ലൈറ്റ്. അവർക്ക് പറക്കാൻ ബോഡി വെയിറ്റ് മാക്സിമം കുറക്കണം. അപ്പൊ എങ്ങനെയാ? എയർ കാവിറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ ബോഡി വെയിറ്റ് കുറച്ചാൽ ഈസിലി ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ന്യൂമാറ്റിക് അല്ലെങ്കിൽ എയർ കാവിറ്റീസിൽ ലോങ് ബോൺസ് ഉണ്ട്. ആൻഡ് അടുത്ത പോയിന്റ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ഹാസ് അഡീഷണൽ ചേംബേഴ്സ്, ക്രോപ്പ് ആൻഡ് ഗിസേർഡ്. അവർക്ക് അതുണ്ട്. ഹാർട്ട് എങ്ങനെയാ? 4 chambered ആണ്. ഒരു കാര്യം റിവൈസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ. All reptiles have 3 chambered heart. Is it a right or wrong statement? It's a wrong statement. Exception ഉണ്ട് crocodiles. Crocodilesന് എത്ര? 4 chambered heart ആയിട്ടുള്ള. ഇവിടെ എങ്ങനെയാ? Heart is completely 4 chambered. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ക്ലാസ് ഏവ്സിന് ചോദിച്ചാൽ ക്രോപ്പ് ആൻഡ് ഗിസേർഡ് ഏത് ട്രാക്ടിന്റെ അഡീഷണൽ ചേംബേഴ്സ് ആണ്? ഡൈജസ്റ്റീവ് ട്രാക്ട്. ഇനി അവർ വാം ബ്ലഡഡ് ആണെന്ന് അറിയാം. ആൻഡ് റെസ്പിറേഷൻ എങ്ങനെയാ അവരുടെ? റെസ്പിറേഷൻ ബൈ ലങ്സ്. എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ് സപ്ലിമെന്റ് റെസ്പിറേഷൻ. ഇത് അടുത്ത ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ്. അവർക്ക് റെസ്പിറേഷൻ സപ്ലിമെന്റ് ചെയ്യുന്നത്. അവർ ഫ്ലൈറ്റ് ഒക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് സ്പീഷീസ് ആയതുകൊണ്ട് എയർ സാക്സ് ആർ കണക്റ്റഡ് ടു ലങ്സ് വിത്ത് സപ്ലിമെന്റ് റെസ്പിറേഷൻ. സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ, ഒവിപാരസ് ആണ് ഡയറക്റ്റ് ആണ്. ഇനി എക്സാമ്പിൾ പഠിച്ചു. ഈ നെയിംസ് നിയോഫ്രോൺ, സ്ട്രുത്തിയോ, സിറ്റാക്കുല, പാവോ ഫോർ പീകോക്ക്, സിറ്റാക്കുല ഫോർ പാരറ്റ്, സ്ട്രുത്തിയോ ഫോർ ഓസ്ട്രിച്ച്, നിയോഫ്രോൺ ഫോർ വൾച്ചർ. ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ കോമൺ നെയിംസും അറിഞ്ഞിരിക്കണം, അല്ലാത്ത നെയിമും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്ലാസ് മമേലിയ. ദ മോസ്റ്റ് യുണീക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക് എന്താ? ദ യുണീക് ക്യാരക്ടറിസ്റ്റിക് ഇൻ ക്ലാസ് ഏവ്സ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രസൻസ് ഓഫ് ഫെദേഴ്സ്. ഇവിടെ എന്താ മോസ്റ്റ് യുണീക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക്? മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ്, മാമറി ഗ്ലാൻസ് ഉണ്ട് ടു ഹെൽപ്പ് ദി യങ് വൺസ് ഗെറ്റിംഗ് നറിഷ്ഡ്. യങ് വൺസിനെ നറിഷ് ചെയ്യാൻ മാമറി ഗ്ലാൻസ് ഉണ്ട്. ആൻഡ് ദേ ഹാവ് 2 pairs of limbs. 2 pairs of limbs ഉണ്ട്.
adapted for walking, running, climbing, burrowing, swimming or flying. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആൻഡ് ദ സ്കിൻ ഓഫ് മാമൽസ് പിന്നെ യുണീക്ക് ആണ്. എന്തിലാണ്? they possess hair, external ears or പിന്നെ ആർ present. ഇത്രയും നേരം നമ്മൾ എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ലാന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ ഇവിടെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്നെ പ്രസന്റ് ആയി. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ് ഇൻ ദ ജോ. അതറിയാം നമുക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ടെന്ന്. ഹാർട്ട് ഇസ് 4 ചേമ്പർ, അതും അറിയാം. ദേ ആർ ഹോമിയോതേമസ്, ഒബ്വിയസ്ലി അതും അറിയാം. റെസ്പിറേഷൻ ബൈ ലങ്സ് ആണെന്നറിയാം. സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ, ഇതും അറിയാം. ആൻഡ് ദേ ആർ വിവിപാരസ് വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ഡിറ്റക്ട്. വിവിപാരസ് ആണ്, പക്ഷെ എക്സ്ക്ലൂസീവ്ലി വിവിപാരസ് അല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിലെ ഒവിപാരസ് ആരൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്ലാറ്റിപ്പസ് അല്ലെങ്കിൽ ഓർണിത്തോറിങ്കസ് വിച്ച് ഇസ് ആൻ ഒവിപാരസ് മാമൽ. മുട്ടയിടുന്ന മാമൽ ഏതാന്ന് വെച്ചാൽ ഏതാ? പ്ലാറ്റിപ്പസ് ലേസ് എഗ്സ്. അപ്പൊ അതൊരു ഒവിപാരസ് മാമലാണ്. ആൻഡ് വിവിപാരസ് ബാക്കി എക്സാമ്പിൾ പഠിച്ചിരിക്കുക. കാംഗറു, ടെറോപ്പസ്, ക്യാമൽ, റാറ്റ്, ഡോഗ്, കാറ്റ്, എലിഫന്റ്, ഡോൾഫിൻ, ലയൺ, ടൈഗർ. ഇതിന്റെ മറ്റേ പേരും രണ്ട് നെയിംസും പഠിച്ചു വെക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഡയഗ്രാം. ഈ ഡയഗ്രാം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡയഗ്രാം, കാരണം എൻസിആറിൽ കൊടുത്തിരിക്കുന്ന ടേബിളൊക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ ഡയഗ്രാം എങ്ങനെ ഇമ്പോർട്ടന്റ് ആവുന്നത്? ഇതില് എല്ലാത്തിന്റെയും ഓരോ സാധനത്തിനും സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ്. എനിക്ക് ആകെ ഒരു ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്, ഇതിൽ എക്കൈനോഡെർമിസിലെ സിമെട്രി റേഡിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എക്സെപ്ഷൻ ഉണ്ട്. അവരുടെ ലാർവ എങ്ങനെയാ ബൈലേറ്ററൽ ആയിരുന്നു എക്കൈനോഡെർമിറ്റിന്റെ, പക്ഷെ അവരുടെ അഡൽട്ട് ഫോംസ് എങ്ങനെയാ? അഡൽട്ട് ഫോംസ് റേഡിയൽ ആയിരുന്നു, ലാർവൽ ഫോംസ് ബൈലേറ്ററൽ സിമെട്രി ആയിരുന്നു. ഇനി സീലം ആദ്യമായിട്ട് ട്രൂ സീലം കണ്ട ഓർഗാനിസം ഏതാ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കണം. അനലിറ്റ്സ് ആണ് ഫസ്റ്റ് ട്രൂ സീലം കണ്ടത്. ഇനി സെഗ്മെന്റേഷൻ ഇസ് പ്രസന്റ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അനലിറ്റ്സ്, ആർത്രോപോഡ്സ് ആൻഡ് കോഡേറ്റ്സ്. അനലിറ്റ്സ്, ആർത്രോപോഡ്, കോഡേറ്റ്സിലെ സെഗ്മെന്റേഷൻ പ്രസന്റ് എൻസിആറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിൽ ആബ്സെന്റ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതറിഞ്ഞിരുന്നു. ഇനി ആദ്യമായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയത് ഏതിലാണ്? കംപ്ലീറ്റ് ഡൈജസ്റ്റൻ സ്റ്റാർട്ട്സ് വിത്ത് ആസ്റ്റൽമിന്തസ്. അപ്പൊ നമ്മൾ അറിയണം ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയി തുടങ്ങിയത് ആസ്റ്റൽമിന്തസ് തൊട്ടാ. ഇനി സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ് ആയത് ഏതോട്ടാ? നമുക്കറിയാം അനലിറ്റ്സ് തൊട്ടാണ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടു തുടങ്ങിയത്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം പ്രസന്റ് ആയത് ഏതോട്ടാ? ആർത്രോപോഡാ. ആ പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരു കൈൻഡ് ഓഫ് റിവിഷൻ ആണ്, ഓൾറെഡി പഠിച്ചു തന്നെയാണ്, പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ ആ ടേബിള് പഠിക്കാം. ആൻഡ് സമ്മറി, അടുത്ത സാധനം സമ്മറിയിൽ ബാക്കിയൊക്കെ ജസ്റ്റ് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സാധനം തന്നെയാണ്, ജസ്റ്റ് ഒരു റിവിഷൻ പോലെ. പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ കോഡേറ്റ്സിന്റെ കോമൺ ഫീച്ചർ എന്താ? ഡോർസൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പേഡ് ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഇത്രയും സാധനങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സം ഓഫ് ദ വെർട്ടിബ്രേറ്റ്സ്, ഓൾ വെർട്ടിബ്രേറ്റ്സ് പോസസ് ജോസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ശരിയാണോ? തെറ്റാണ്. ജോലെസ് വെർട്ടിബ്രേറ്റ്സ് നമുക്കറിയാം അഗ്നാത്തയിൽ വരുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൻഡ് ജോ ഉള്ളത് പറയാൻ നാത്തോസ്റ്റോമേറ്റ. അപ്പൊ ഓരോ സെന്റൻസും പല രീതി തന്നാലും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ആൻഡ് അഗ്നാത്തസ് റിപ്രസെന്റഡ് ബൈ ദി ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റ. ദ മോസ്റ്റ് പ്രിമിറ്റീവ് കോഡേറ്റ്സ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കണം. മോസ്റ്റ് പ്രിമിറ്റീവ് കോഡേറ്റ്സ് ഏതാ? ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റയിൽ വരുന്നതാണ് മോസ്റ്റ് പ്രിമിറ്റീവ് കോഡേറ്റ്സ്. ആൻഡ് പിന്നെന്താ, നാത്തോസ്റ്റോമേറ്റയിൽ 2 സൂപ്പർ ക്ലാസ്സസ് ഉണ്ട്. പീസസ് ടെട്രാപോഡ വേർഡ്ലി മീനിങ് തന്നെ 4 ലിംസ് എന്നാണ്. അപ്പൊ നമുക്ക് ആ കാര്യം പിന്നെ ഓരോ ഫൈലും വൈസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ബാക്കിയൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് ഇത് അടുത്ത പോയിന്റ്, ലിംസ് ആർ ആബ്സെന്റ് ഇൻ സ്നേക്സ്. അത് സമ്മറിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഉള്ളിൽ കൊടുത്തിട്ടില്ല. ടെട്രാപോഡിന്റെ താഴെയാണ് ഇത് വരുന്നതെങ്കിലും ലിംസ് ആർ ആബ്സെന്റ് ഇൻ സ്നേക്സ്. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്യുക. ആൻഡ് ബേർഡ്സിലെ ഏത് ലിംബാണ് ഏതായിട്ട് മോഡിഫൈഡ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് യുണീക് ഫീച്ചർ ഓഫ് മാമൽസ്. ഈ സെന്റൻസ് ഫ്രം സമ്മറി is always quoted in the questions. Unique feature of mammals are the presence of mammary glands and hair on the skin. എൻസിആർടിന്റെ ഉള്ളത് രണ്ട് സെന്റൻസ് ആയിട്ട് തന്നത്, പക്ഷെ ഇവിടെ ഓൾറെഡി അതൊരു ഒറ്റ സെന്റൻസ് ആയാലും നമുക്ക് പറയാം. യുണീക് ഫീച്ചർ വെച്ച് രണ്ടും നമുക്ക് പറയാം. പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസും പറയാം, ഹെയർസ് ഓൺ സ്കിന്നും പറയാം. ആൻഡ് ദി കോമൺലി എക്സിബിറ്റ് വിവിപാരിറ്റി, അത് നമുക്ക് അറിയാം. ഇനി എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Exercise first question. What are the difficulties you would face in classification of animals if common fundamental features are not taken into account? അവർ ചോദിക്കുകയാണ് ഡിഫിക്കൽട്ടീസ് ഏതൊക്കെയാണ് കോമൺ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എടുക്കാണ്ട് വന്നാൽ. കോമൺ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എടുക്കാണ്ട് നമ്മൾ എങ്ങനെയാ കറക്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ ഡിവൈഡ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുക. ആൻഡ് അവരുടെ റിലേഷൻഷിപ്സോ ഡിഫറൻസസോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനിമൽസ് കംപ്ലീറ്റ്ലി അവർക്ക് സെൽ വാൾ ഇല്ല, അവർ ഹെട്രോട്രോഫ്സ് ആണ്. അതാണ് അവരുടെ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ്. അതുകൊണ്ടാണ് ആനിമൽസിനെ എല്ലാം കൂടി ഈ സെൽ വാൾ ഇല്ലാത്തതും ഹെട്രോട്രോഫ്സ് ആയിട്ടുള്ള സാധനങ്ങളെയും ആദ്യം നമ്മൾ ആനിമേലിയിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യുക, പ്ലാന്റയിലേക്കല്ല എന്ന് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഈ ഫണ്ടമെന്റൽ ക്യാരക്ടറായ സെൽ വാളും ഹെട്രോട്രോഫിസും എടുത്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എടുക്കാണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെയാ ഒരു കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യാൻ പറ്റുക. ആൻഡ് മാമൽസ്, മമേലിയന്റെ അടിയിൽ മാമൽസിനെ കൊണ്ടിടാനുള്ള മെയിൻ കാരണം എന്താ യുണീക് ഫീച്ചർ എന്ന് വെച്ചാൽ മാമറി ഗ്ലാൻസും ഹെയർ ഓൺ ദ സ്കിന്നുമാണ്. ആ ഒരു മെയിൻ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എടുക്കാണ്ട് എങ്ങനെയാ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയും കൊണ്ട് മുമ്പോട്ട് പോകാൻ നോക്കുക. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് വിത്ത് എൻ എക്സാമ്പിൾ അത് നീറ്റ്ലി കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഇനി അടുത്തത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കാൻ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ ഗിവൺ എ സ്പെസിമെൻ വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു വുഡ് ഫോളോ ടു ക്ലാസിഫൈ ഇറ്റ്? എങ്ങനെയാ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാ? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വെച്ച് സെല്ലുലാർ ആണോ, ടിഷ്യൂ ആണോ, ഓർഗൻ ആണോ, ബോഡി സിമെട്രി, സീലം, സെഗ്മെന്റേഷൻ, നോട്ടോകോഡ് ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ ഈ ഒരു സെക്ഷൻസിൽ നമ്മൾ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അത് അറിയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ യൂസ്ഫുൾ ഇസ് ദ സ്റ്റഡി ഓഫ് ദ നേച്ചർ ഓഫ് ബോഡി ക്യാവിറ്റി ആൻഡ് സീലം ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്? ബോഡി ക്യാവിറ്റിയും സീലം ഒരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആവാനുള്ള കാരണം എന്താ? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്കറിയാം സീലം വെച്ച് എ സീലമേറ്റ്സ്, സ്യൂഡോ സീലമേറ്റ്സ്, സീലമേറ്റ്സ് എന്ന് നമ്മൾ മൂന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എ സീലമേറ്റ് ആകുമ്പോൾ അവർക്ക് സീലം ഇല്ല. എക്സാമ്പിൾ എന്താ? പോറിഫെറ. അല്ലെങ്കിൽ എ സീലമേന്റെ എക്സാമ്പിൾ ക്ലിയർലി കൊടുത്തെന്താ? പ്ലാറ്റി ഹെൽമിത്തസ്. സ്യൂഡോ സീലമേന്റെ എക്സാമ്പിൾ കൊടുത്തെന്താ? ആസ്ട്രൽമിത്തസ്. സീലമേന്റെ എക്സാമ്പിൾ കൊടുത്തെന്താ? അത് കഴിഞ്ഞിട്ടില്ലേ ആസ്ട്രൽമിത്തസ് കഴിഞ്ഞിട്ടുള്ള ഫുൾ സാധനങ്ങളും സീലമേറ്റ്സ് ആണ്. അപ്പോ സീലം എന്താ, സീലമിനെ എന്തുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തെന്ന് ജസ്റ്റ് പറയാം. എ സീലമേറ്റ്, സ്യൂഡോ സീലമേറ്റ്, സീലമേറ്റ് എന്ന ക്ലാസിഫിക്കേഷൻ പറയാം, അതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് വിവരിക്കാം. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻട്രാസെല്ലുലർ ആൻഡ് എക്സ്ട്രാസെല്ലുലർ ഡൈജഷൻ. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാസെല്ലുലർ ഡൈജഷൻ എങ്ങനെയാ? ഇൻസൈഡ് ദ സെൽ നടക്കുന്നതാ. ഇൻസൈഡ് ദ സെൽ, സെല്ലിന്റെ ഉള്ളിൽ ഫുഡ് വാക്യൂൾ എന്ന് പറഞ്ഞ സാധനത്തിൽ ഡൈജഷൻ നടക്കുമ്പോൾ ഇൻട്രാസെല്ലുലർ ഡൈജഷൻ ആണ്. ഇനി എക്സ്ട്രാ സെല്ലുലർ എങ്ങനെയാ? അവര് ഔട്ട്സൈഡ് ദ സെൽ അവരുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസും എല്ലാ സാധനങ്ങളും സെക്രീഷൻസും അവര് സെല്ലിന്റെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യും ആദ്യം. ആൻഡ് അതവര് ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ലൂമനിലേക്കെല്ലാം സെക്രീറ്റഡ് ആവും. ആൻഡ് ഔട്ട്സൈഡ് സെല്ലാണ് എക്സ്ട്രാ സെല്ലുലർ ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ മനസ്സിലാക്കി, ഇൻട്രാ സെല്ലുലർ ഡൈജഷൻ ഫുഡ് വാക്യൂൾ ഇൻസൈഡ് ദ സെല്ലിലാണ്, സൈറ്റ് ഓഫ് ഒക്കറൻസ് അറിയാം. എക്സ്ട്രാ സെല്ലുലർ ആണെങ്കിൽ ലൂമൻ അല്ലെങ്കിൽ ക്യാവിറ്റി ഓഫ് ദ അലിമെന്ററി കനാൽ. ആൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസ് എങ്ങനെയാ? അവർ സൈറ്റോപ്ലാസം തന്നെ ഡയറക്ട്ലി സെക്രീറ്റഡ് ആക്കും ഡൈജസ്റ്റീവ് എൻസൈംസ്. എങ്ങോട്ടേക്ക്? ഫുഡ് വാക്യൂൾ. എന്നിട്ട് ഈ ഫുഡ് വാക്യൂളിൽ ഇൻസൈഡ് ദ സെൽ തന്നെയാണ് ഡൈജഷൻ നടക്കുക. എക്സ്ട്രാ സെല്ലുലർ ഡൈജഷൻ നമുക്കറിയാം. ഡൈജസ്റ്റീവ് എൻസൈംസ് എങ്ങനെയാ? സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് ഓരോ എൻസൈം സെക്രീറ്റ് ചെയ്യാനല്ല, അത് അവർ ക്യാവിറ്റി ഓഫ് ദി അലിമെന്ററി കനാലിലേക്ക് ഡക്ട് വഴി സെക്രീറ്റ് ചെയ്യും. ഇനി അവിടുന്ന് ഡൈജഷൻ നടക്കും ലൂമനിലും. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. നമുക്കറിയാം ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്താ? ലാർവൽ സ്റ്റേജ് ഇല്ല, അങ്ങനത്തെയാണ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. എക്സാമ്പിൾ മാമൽസ്. ഈ ലാർവൽ ഇല്ലെങ്കിൽ എന്താ പ്രത്യേകത? യങ് വൺസും അഡൾട്ടും ആക്ച്വലി റിസംബ്ലൻസസ് കാണിക്കും. ഇനി ലാർവൽ സ്റ്റേജ് ഉണ്ട് ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. അവരെങ്ങനെയാ? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് അഡൾട്ട് ആദ്യം മുട്ടയിടും, ദേ ലേ എഗ്സ്. എന്നിട്ട് അവർ പല ലാർവൽ സ്റ്റേജസിലേക്ക് പ്രോഗ്രസ് ചെയ്യും, എന്നിട്ട് ഫൈനലി അഡൾട്ട് ആവും. ഫോർ എക്സാമ്പിൾ എക്കൈനോഡെർമേറ്റ്സിൽ ലാർവൽ സ്റ്റേജസ് ഉണ്ട്. അതിലെങ്ങനെയാ? ഈ യങ് വൺസും അഡൾട്ടും യാതൊരുവിധ റിസംബ്ലൻസും ഇല്ല, ദേ ലുക്ക് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വാട്ട് ആർ ദ പെക്യുലർ ഫീച്ചേഴ്സ് ദാറ്റ് യു ഫൈൻഡ് ഇൻ പാരസിറ്റിക് പ്ലാറ്റിഹെൽമിന്തസ്? നമുക്കറിയാം
പ്ലാറ്റിഹെൽമിന്തത്തിലെ ചിലവര് പാരസിറ്റിക് ഫോംസ് ആണ്, മോസ്റ്റ്ലി പാരസിറ്റിക് ഫോംസ് ആണ്. അവർ ഫ്രീ ലിവിങ് ആണ്, പാരസിറ്റിക് ആണ്. ഈ പാരസൈറ്റ്സ് ആകുമ്പോൾ റെസ്പിറേഷൻ എങ്ങനെയാ, നമുക്ക് ഓക്സിജൻ കിട്ടണം. നമ്മൾ ഓരോ സാധനത്തിന് പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയാ, നമുക്ക് കുറെ നീഡ്സ് ഒന്നും ആക്ച്വലി റിക്വയർമെന്റ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് ഏറ്റവും ബേസിക് ആയ അനേറോബിക് റെസ്പിറേഷൻ ആണ്. ആൻഡ് അവർക്ക് ഹോസ്റ്റിന്റെ ബോഡി സർഫസിൽ അറ്റാച്ച് ചെയ്യാൻ ഹുക്സും സക്കേഴ്സും ഒക്കെ ഉണ്ട്. ആൻഡ് സക്കേഴ്സ് ഹെൽപ്പ് ഇൻ സക്കിംഗ് ബ്ലഡ്. ആൻഡ് അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്താ, ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ ആബ്സെന്റ് ആണ്. അതുകൊണ്ടാണ് ഡയറക്ട്ലി ന്യൂട്രീഷൻ ഒക്കെ ഹോസ്റ്റിന്ന് വലിച്ചെടുക്കുക. അപ്പൊ പിന്നെ അതിൻ്റെതായ ഓൾറെഡി അതൊരു പാരസൈറ്റ് ആണ്. അപ്പൊ അതിൻ്റെതായ ന്യൂട്രീഷൻ ഉണ്ടാക്കാനും ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി പ്രിപ്പയർഡ് ആയ സാധനങ്ങൾ ന്യൂട്രീഷൻ ജസ്റ്റ് വലിച്ചെടുക്കുക മാത്രമല്ലേ വേണ്ടു ഹുക്സ് ആൻഡ് സക്കർ വെച്ച്. പിന്നെ എങ്ങനെയാ അവരുടെ എക്സ്ക്രീഷൻ എങ്ങനെയാ, ഫ്ലെയിംസിൽ വെച്ചാണ്. പിന്നെ ഒന്നിനെ സക്ക് ചെയ്ത് അവിടെ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ലോക്കോമോഷൻ ആവശ്യമുണ്ടോ? അപ്പൊ ലോക്കോമോട്ടറി ഓർഗൻസ് ഇല്ല. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാ, വെൽ ഡെവലപ്ഡ് ആണ്. അവർ ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. ദീസ് ടെഗ്യുമെന്റ്സ് പ്രൊട്ടക്ട് ദം ഫ്രം ദി ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഓഫ് ദി ഹോസ്റ്റ്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ് NCERT ഇല്ലാത്ത, അതും മനസ്സിലാക്കി വെക്കാം. ദേ ഹാവ് ടെഗ്യുമെന്റ്സ് വിച്ച് പ്രൊട്ടക്ട് them from the action of digestive enzymes of the host. What are the reasons that you can think of the arthropods to constitute the large group of animals? നമുക്കറിയാം ലാർജസ്റ്റ് ഫൈലം ആണ് ആർത്രോപോഡ്സ്. അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആർത്രോപോഡ്സ് ദ ഫസ്റ്റ് ഫൈലം. അവർക്ക് വെൽ ഡെവലപ്ഡ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ദിസ് എലാബറേറ്റ് ഓർഗൻ സിസ്റ്റം ഹെൽപ്സ് ദം ഇൻ സർവൈവിംഗ് ഡൈവേഴ്സ് കണ്ടീഷൻ. അങ്ങനെ ഓർഗൻ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആയിട്ട് വന്നപ്പോൾ അവര് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ തിയറി അനുസരിച്ച് അവരെന്താ നല്ല ഫിറ്റ് ആണ്. ഓർഗൻ സിസ്റ്റം ഇത്രയും അഡ്വാൻറ്റേജസ് ആകുമ്പോൾ അവരെന്താ ചെയ്യുക, അവര് ഏത് ഡൈവേഴ്സ് കണ്ടീഷൻസിലും സർവൈവ് ചെയ്യും. അങ്ങനെ അവര് ലാർജസ്റ്റ് ഗ്രൂപ്പ് ആയി. ആൻഡ് അവർക്ക് തിക്ക് ആൻഡ് ടഫ് കൈറ്റിനസ് ക്യൂട്ടിക്കിൾ ഉണ്ട്. കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ആർത്രോപോഡ്സിന്. അപ്പൊ എന്താ, പ്രെഡേറ്റേഴ്സിനുള്ള പ്രൊട്ടക്ഷനും കിട്ടി. ആൻഡ് ഈ കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ഉള്ളതുകൊണ്ട് തന്നെ എന്താ, വാട്ടർ ലോസ് പ്രിവെന്റഡ് ആയി. ആൻഡ് അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാ, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാ അവർക്ക് അതൊരു സർവൈവൽ അഡ്വാൻറ്റേജ് അല്ലേ. ഓൾറെഡി റീപ്രൊഡക്ഷൻ ഫാസ്റ്റ് ആയാലും ആ ഹോൾ പ്രോസസ് ഫാസ്റ്റ് അപ്പ് ആയാല് പെട്ടെന്ന് റീപ്രൊഡക്ഷനും ഹാച്ചിങ് എക്സിനെല്ലാം ഓൾറെഡി പെട്ടെന്ന് ഫാസ്റ്റ്ലി നടക്കും. അപ്പൊ എങ്ങനെയാ അതും അടുത്ത സർവൈവൽ അഡ്വാൻറ്റേജസ് ആണ്. ആൻഡ് ആർത്രോപോഡ്സ് ലൈക്ക് ദ നെയിം സേസ് എന്താ, ജോയിന്റഡ് അപ്പൻഡേജസ് അതുള്ളത് കൊണ്ട് എന്താ ഏത് ഫംഗ്ഷൻ പെർഫോം ചെയ്യാനും മൊബിലിറ്റിക്കും ഹെൽപ്പ് ചെയ്തു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ അവർക്ക് ഫെറോമോൺസ് ഉണ്ട്. ആൻഡ് വെൽ ഡെവലപ്ഡ് സെൻസ് ഓർഗൻസ് ആൻഡ് നെർവസ് സിസ്റ്റം കൂടി ഉണ്ട്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് അവർ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽ കിങ്ഡം ആയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിരുന്നു, നല്ലൊരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ ആണോ ഫാൾസ് ആണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയാൻ എന്താ, വെർട്ടിബ്രേറ്റില് എക്സാമ്പിൾ പറയാനാണെങ്കിൽ വെർട്ടിബ്രേറ്റില് നോട്ടോകോഡ് ഇസ് പ്രസന്റ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്. ആൻഡ് അഡൾട്ട് ഫോംസിൽ എങ്ങനെയാ വെർട്ടിബ്രൽ കോളുമായിട്ട് റീപ്ലേസ് ആയി. പക്ഷെ കോഡേറ്റ്സില് യൂറോകോഡേറ്റില് അവർക്ക് ഓൾറെഡി നോട്ടോകോഡ് ലാവൽ സ്റ്റേജിലാണ് ഉള്ളത്. അവർ ഡിസപ്പിയർ ആവും അഡൾട്ട് ആവുമ്പോഴത്തേക്ക്. ആൻഡ് പക്ഷെ സെഫലോകോഡേറ്റിൽ എങ്ങനെ എക്സ്റ്റെൻസ് ഫ്രം നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ പേഴ്സസ് ത്രൂ ഔട്ട് ദി ലൈഫ്. അപ്പൊ എങ്ങനെയാ നമുക്ക് മനസ്സിലാവും, കോഡേറ്റ്സിന് താഴെ വരുന്ന യൂറോകോഡേറ്റ്സിന് ആക്ച്വലി അഡൾട്ട് ഫോമിൽ നോട്ടോകോഡ് ഇല്ല. പക്ഷെ വെർട്ടിബ്രേറ്റിലാണെങ്കിൽ നോട്ടോകോഡ് എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ അഡൾട്ട്സ്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് പറയാം, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് എന്നാണ് പറയാ, ഓൾ കോഡേറ്റ്സ് ആർ വെർട്ടിബ്രേറ്റ്സ് എന്നാണ് പറയാ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. കാരണം എന്താ, കോഡേറ്റ്സിന്റെ താഴെ വരുന്ന യൂറോകോഡേറ്റിൽ എങ്ങനെയാ നോട്ടോകോഡ് ഡിസപ്പിയർ ആവും അഡൾട്ട് ഫോംസിൽ. അപ്പൊ ഇങ്ങനെ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വെർട്ടിബ്രൽ കോളം ഇല്ല. അപ്പൊ അങ്ങനെ പറയാം, അതൊരു എക്സെപ്ഷൻ ആവുന്നതുകൊണ്ട് ആ സെന്റൻസ് ജസ്റ്റിഫൈഡ് ആയി. ആൻഡ് ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദ പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ ഇൻ പീസസ്. എയർ ബ്ലാഡർ എന്തിനാ നമ്മൾ പറഞ്ഞു, ബോയൻസിക്കാണ്. എയർ ബ്ലാഡർ ഇല്ലെങ്കിൽ, എയർ ബ്ലാഡർ എല്ലാ പീസസിലും എയർ ബ്ലാഡർ ഉണ്ടോ? ഇല്ല. കോൺട്രിക് തൈസിൽ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് അവർക്ക് കണ്ടിന്യൂസ്ലി സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല. ഓസ്റ്റിക് തൈസിൽ മാത്രമേ ഉള്ളൂ എയർ ബ്ലാഡർ. എയർ ബ്ലാഡറിന്റെ ഉപയോഗം എന്താ, മെയിൻറ്റെയിൻ ദ ബോയൻസി. അപ്പൊ ആ സെന്റൻസ് ആ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത്, മോഡിഫിക്കേഷൻ ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ ബേർഡ്സ് ദാറ്റ് ഹെൽപ് ദം ഫ്ലൈ.
അറിയാം നമുക്ക് ഫോർ ലിംസ് വിങ്സ് ആയി, ഹൈൻഡ് ലിംസ് വാക്കിങ്ങും പെർച്ചിങ്ങിനും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കും. ആൻഡ് അവർക്ക് സ്ട്രീം ലൈൻഡ് ബോഡി ഉണ്ട്, അതുകൊണ്ട് ഫ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൻഡ് ന്യൂമാറ്റിക് ലോങ് ബോൺസ് ഉണ്ട് അവർക്ക്, അതായത് ഹോളോ ആയിട്ടുള്ള എയർ കാവിറ്റീസ് ഫില്ല് ചെയ്ത ബോൺസ് ഉണ്ട്. എന്തിനാ അത് അവിടെ ഡിസ്കസ് ചെയ്തപ്പോഴേ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഫ്ലൈറ്റിൽ ഹെൽപ്പ് ചെയ്യും. അവരുടെ ബോഡി വെയിറ്റ് അത്രയും ലൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് ദേ ആർ യൂറിക്കോടെലിക്. യൂറിക്കോടെലിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും കുറവ് വാട്ടർ ആവശ്യമുള്ള സാധനമാണ് യൂറിക്കോടെലിക് ആനിമൽസ്. കാരണം അവർ അത്രയും ഡ്രൈ ആയിട്ടുള്ള എക്സ്ക്രീറ്റ് ആണ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് അതെന്താ അതിന്റെ വാട്ടർ റിക്വയർമെന്റും ലെസ് ആയിരിക്കും. കൂടുതൽ വാട്ടർ റിക്വയർമെന്റ് വേണമെങ്കിൽ എങ്ങനെയാ? കൂടുതൽ വാട്ടർ റിക്വയർമെന്റ് ബോഡി വെയിറ്റ് അതിനനുസരിച്ച് കൂടും. അപ്പൊ ഇങ്ങനെ ഫ്ലൈറ്റിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് പറ്റില്ല. അപ്പൊ അവര് യൂറിക്കോടെലിക്കും കൂടെയാണ്. ആൻഡ് ദേ ഹാവ് എയർ സാക്സ് വിച്ച് ഇസ് കണക്റ്റഡ് ടു ദി ലങ്സ് ദാറ്റ് സപ്ലിമെന്റ് റെസ്പിറേഷൻ. അതും NCERT വായിച്ചാണ് നമ്മൾ ഓൾറെഡി. ആൻഡ് ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെദേഴ്സ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ, പ്രിവെന്റ് ലോസ് ഓഫ് ഹീറ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. നമ്മൾ മോഡിഫിക്കേഷൻസ് കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൗണ്ട് ദി നമ്പർ ഓഫ് എഗ്സ് ഓർ യങ് വൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓവിപാരസ് ആൻഡ് വിവിപാരസ് മദർ ബി ഈക്വൽ. അത് ചോദിക്കാണ്, ഓവിപാരസും വിവിപാരസും ഉണ്ടാക്കുന്ന യങ് വൺസിന്റെ നമ്പർ ഈക്വൽ ആയിരിക്കോ? വൈ? എന്താ ഒവിപാരസ് എന്താ? ഒവിപാരസ് ഓൾറെഡി കൂടുതൽ എഗ്സ് ലേ ചെയ്യും. കാരണം എന്താ? ഒവിപാരസ് എഗ് ലേ ചെയ്ത് പുറത്താണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ കുറെ അഡ്വേഴ്സ് കണ്ടീഷൻസിനെ ഗോ ത്രൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് എഗ്സിന്. അപ്പൊ കൂടുതൽ ഇട്ടാലും ഇനി എങ്ങാനും കുറച്ചെണ്ണം നശിച്ചു പോയാലും ബാക്കിയുള്ളത് ഡെവലപ്പ് ആവും. പക്ഷെ വിവിപാരസ് ഹോൾ ഡെവലപ്മെന്റ് ലൈക്ക് ഇൻ ഹ്യൂമൻസ് എങ്ങനെയാ? വൂമ്പിൽ അല്ലെങ്കിൽ യൂട്രസിലല്ലേ ഹോൾ ഡെവലപ്മെന്റ് നടക്കുന്നത്. ആൻഡ് അത് ഇൻഡിപെൻഡന്റ്ലി ഫിറ്റ് ആയി എന്ന് അറിയുമ്പോഴാണ് എന്താ ബേർത്ത് നടക്കുന്നത്. അപ്പൊ അതെന്താ കുറഞ്ഞ നമ്പർ അല്ലെങ്കിൽ മാക്സിമം പോയാലും എന്താ ഒരു ഏറ്റവും കുറഞ്ഞ നമ്പറിലാണ് ബേർത്ത് നടക്കുന്നത്. കാരണം അത് ഓൾറെഡി ന്യൂട്രീഷനും എല്ലാ സാധനങ്ങളും സേഫ് കണ്ടീഷൻസിൽ ഡെവലപ്മെന്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ് ഫൈനലി ബേർത്ത് ആവുന്നത്. അപ്പോൾ അവർ എന്താ ലെസ് എക്സ്പോഷർ ആണ് അവർക്ക് എൻവയൺമെന്റൽ അഡ്വേഴ്സ് കണ്ടീഷൻസും പ്രഡേറ്റേഴ്സും ആയിട്ട്. അതുകൊണ്ടാണ് ഓവിപാരസിന് കൂടുതൽ നമ്പറും വിവിപാരസിന് കുറവ് നമ്പറും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പർക്യുലം. ഓപ്പർക്യുലം ഏതിലാണ് നമ്മൾ കണ്ടത്? ഓപ്പർക്യുലം ഇസ് പ്രസന്റ് ഇൻ ഓസ്റ്റിച്ച് തൈസ്. പാരപ്പോഡിയ ഏതിലാ കണ്ടത്? പാരപ്പോഡിയ അറിയാം, ലേറ്ററൽ അപ്പൻഡേജസ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അത് എവിടെയാ കണ്ടത്? നമ്മള് നീറിസില് വിച്ച് ഓൾസോ ഹെൽപ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച്. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിരുന്നു. പാരപ്പോഡിയ അപ്പൊ ഗോസ് വിത്ത് അനലിറ്റ്സ്. അനലിറ്റ്സിന്റെ എക്സാമ്പിൾ ആണല്ലോ നീറിസ്. ഇനി സ്കെയിൽസ് എങ്ങനെ? സ്കെയിൽസ് ഓർ എപ്പിഡമൽ സ്കൂട്ട്സ് ഉള്ളത് ആർക്കാ? റെപ്റ്റീലിയ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. കോംപ്ലേറ്റ്സ് ഉള്ളത് ആർക്കാ? ടീനോഫോറ. റാഡില വിച്ച് ഇസ് എ ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. അതാർക്കായിരുന്നു ഉള്ളത്? മൊളസ്ക്. ഹെയർസ് ഉള്ള യുണീക് ഫീച്ചർ പറഞ്ഞാണ് മാമറി ഗ്ലാൻസും ഹെയർസ് ഓൺ സ്കിന്നും പറഞ്ഞത് മമേലിയ. ഇനി കോയാനോസൈറ്റ്സ് പറഞ്ഞതായിരിക്കാം പോറിഫെറ. ഗിൽസ്ലിറ്റ്സ് സൈക്ലോസ്റ്റോമേറ്റും കോണ്ടിസ്റ്റൈസിലും പറഞ്ഞിരുന്നു. ഇത്രയും കാര്യം ഓൾറെഡി ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. ആൻഡ് കുറച്ച് പാരസിറ്റിക് ഓർഗാനിസംസ് ഓൺ ഹ്യൂമൻ ബീങ്സിന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അറിയാം, അസ്കാരിയാസിസ് കോസ് ചെയ്യുന്ന റൗണ്ട് വേം. ഇനി ഫൈലേരിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് കോസ് ചെയ്യുന്ന വുഷിരീരിയ. ആൻഡ് ടേപ്പ് വേം, എൻഡറോബിയസ് അല്ലെങ്കിൽ പിൻ വേം, ഫേഷ്യോള ഹെപ്പറ്റിക്ക, ലിവർ ഫ്ലൂക്ക്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ ഡിസ്കസ് ചെയ്താണ്. അതിന്റെ ഒരു ലിസ്റ്റ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, റിവൈസ് ചെയ്യാം. ആൻഡ് എക്സസൈസിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഐ തിങ്ക് നമ്മൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സ് ആയി. ഇനി ഒരു 10 മിനിറ്റ്സും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. അപ്പൊ നിങ്ങൾക്കൊരു റിവിഷനും ആവും. ഞാൻ കംപ്ലീറ്റ്ലി വേർഡ് ബൈ വേർഡ് ചെയ്യുന്നില്ല. ഞാൻ ഫിംഗർ ടിപ്സിന്റെ ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ആക്സസിബിൾ അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഇനി ടൈമും എക്സ്റ്റെൻഡ്. അപ്പോൾ പാർട്ട് 3 വരെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് റിവിഷനും ആവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ NCERT ടു ഫിംഗർ ടിപ്സ് എന്നുള്ളതാണ്. ബുക്ക് ഉള്ളവർ അതിന് ചെയ്യാം, അല്ലാത്തവർ ജസ്റ്റ് ഇതിന് റിവൈസ് ചെയ്യാം. എങ്ങനെയാ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ വായിക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രം വായിക്കാം. ഞാൻ ആക്ച്വലി 70 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. 70 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ടൈം ഇല്ല. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം, അവരുടെ സിമെട്രി അറിയാം. ആൻഡ് ആൻസേഴ്സ് ഇവിടെ കണ്ടു.
ഈ സിന്റെ ഇപ്പുറത്തൊരു കുത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് ആൻസർ. 1ന്റെ ആൻസർ സി ആണ്. 2ന്റെ ആൻസർ എന്താ? സി. നിങ്ങൾ ഇത് വായിച്ച് ഞാനിവിടെ സൈഡിൽ എഴുതാം ആൻസർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ബയസ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ സൈഡിൽ എഴുതി വെക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സിമെട്രി. നമ്മൾ ഇത് NCERT ഡയഗ്രാം ആണ്. ഇതിന്റെ ആൻസർ എന്താ? 2ന്റെ ആൻസർ സി. 3 ഡിപ്ലോബാസിക് ആൻഡ് ട്രിപ്ലോബാസിക് ആർ ടേം ദാറ്റ് ഡിസ്ക്രൈബ്. നമുക്കറിയാം എന്താ? ജെർമിനൽ ലേയേഴ്സിനെ പറയാണ്. ജെർമിനൽ ലേയേഴ്സ് വിച്ച് ഗിവ് റൈസ് ടു ടിഷ്യൂ. അപ്പൊ നമ്മൾ പോറിഫെറിയിൽ പറയില്ല, സീലൻ ട്രൈറ്റോട്ടാണ് ഈ ജേം ലെയർ ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാം 3ന്റെ ആൻസർ എന്താ? സി. നമ്പർ ഓഫ് ജെർമിനൽ ലേയേഴ്സ് ഡ്യൂറിംഗ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഇനി ആനിമൽസ് പോസിംഗ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ജേം ലേയേഴ്സ് A and B ആർ കോൾഡ്. നമുക്കറിയാം എ എന്താ? മീസോഗ്ലിയ വന്നു. മീസോഗ്ലിയ വന്ന എന്താ? സെല്ലില്ല അവർക്ക്. മീസോഗ്ലിയ വിച്ച് ഇസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റാൻസ്. അത്രേ ഉള്ളൂ അവർക്ക്. അപ്പൊ എന്താ? അവർ ഡിപ്ലോപ്ലാസ്റ്റിക് ആവുന്നു. ബി എങ്ങനെയാ? ബി എല്ലാ ലേയേഴ്സും ഉണ്ട്. അപ്പൊ അവര് ട്രിപ്ലോപ്ലാസ്റ്റിക് ആവുന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്താ? എ. അടുത്ത ക്വസ്റ്റ്യനിൽ ലേബലിംഗ് ആ ചോദിച്ചത്. ലേബലിംഗ് നമുക്ക് ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. 5ന്റെ ആൻസർ ഡി ഫോർ ഡോഗ്. 5ന്റെ ആൻസർ ഡോഗ്. 6 എങ്ങനെയാ? എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. സീലം തന്നിട്ട് അതിന്റെ എക്സാമ്പിൾ ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോ പറഞ്ഞിരുന്നു, സീലം തന്നിട്ട് എക്സാമ്പിൾ വെച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എ സീലമേറ്റ് നമുക്കറിയാം പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. അപ്പൊ അത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഇനി 6ന്റെ ആൻസർ എന്താ? എ തന്നിരിക്കുന്ന എന്താ? അവർക്ക് ട്രൂ സീലം ഉണ്ട്. ബി എങ്ങനെയാ? അവർക്ക് സ്യൂഡോ സീലം, അതായത് പൗച്ചസ് ഓഫ് സെൽസ് ആണ്. അപ്പൊ ഒരു സ്യൂഡോ സീലം ഗോസ് വിത്ത് അഷൽമിന്തസ്. സീൽ എങ്ങനെയാ? സീലമേ ഇല്ല, എ സീലമേറ്റ് വിച്ച് ഗോസ് വിത്ത് പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പൊ 6ന്റെ ആൻസർ എ. ഇനി 7ന്റെ ആൻസർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. 7ന്റെ ആൻസർ ഡി ആന്ന് പറയാം. ഇനി 8 കറക്റ്റ് മാച്ചിങ് ഓഫ് ആനിമൽസ്, സിമെട്രി ആൻഡ് സീലം ടൈപ്പ്. നമുക്കറിയാം ടീനോഫോർസ് റേഡിയൽ സിമെട്രി ആണ്. ഓർഗനൈസേഷൻ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലം ടൈപ്പ് എങ്ങനെയാ? സ്യൂഡോ സീലമേറ്റ് ആണോ? സ്യൂഡോ സീലമേറ്റ് ആസ്ട്രോമിന്തസ് അല്ല. അപ്പൊ അത് തെറ്റി. ആൻഡ് എക്കൈനോഡേംസ് ആക്ച്വലി സിമെട്രി കുറച്ചൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം അഡൽട്ട് ഫോംസും ലാർവൽ ഫോംസും വേറെ വേറെയാണ്. അഡൽട്ടിൽ എങ്ങനെയാ? അഡൽട്ടിൽ റേഡിയൽ സിമെട്രി, ലാർവലില് ബൈലാറ്ററൽ സിമെട്രി. അപ്പൊ അത് ശരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ പോയി. ബൈലാറ്ററൽ സിമെട്രി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇനി പ്ലാറ്റി ഹെൽമിന്തസ് എങ്ങനെയാ? അവർക്ക് ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, എ സീലമേറ്റ് ആണ്. അപ്പൊ സി ഓപ്ഷൻ എങ്ങനെയാ? ഫുൾ കറക്റ്റ് ആയി. സി കറക്റ്റ് ആയി. അപ്പൊ ഡി എങ്ങനെയാ? അനലിറ്റ്സിന് ബൈ റേഡിയൽ സിമെട്രി ആണോ? അല്ല, ബൈലാറ്ററൽ സിമെട്രി ആണ്. അവര് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ? അല്ല, ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നാണ് പഠിച്ചത്. സീലം കറക്റ്റ് ആണ്, സീലമേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആൻഡ് ഐഡന്റിഫൈ ദ ആനിമൽ വിച്ച് സച്ച് എ ബോഡി പ്ലാൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ സി. പ്ലനേറിയ ഏതാ? പ്ലനേറിയ അല്ലെങ്കിൽ ഡുഗേഷ്യ ഏത് ഫൈലത്തിൽ വരുന്ന? പ്ലാറ്റി ഹെൽമിന്തസ്. അത് അറിഞ്ഞിരിക്കണം. ബോഡി പ്ലാന്റെ ഓർഗനൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇത് അടുത്ത ടൈപ്പ് ഓഫ് കോമൺ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ്സ് 2 തന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ എടുക്കാൻ പറയാണ്. അതിലെന്താ? ഓൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആർ യു സീലമേറ്റ് ആണോ? പ്ലാറ്റി ഹെൽമിന്തസ് എങ്ങനെയാ? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പക്ഷെ അത് യു സീലമേറ്റ് ആണോ? എ സീലമേറ്റ് അല്ലേ? അപ്പൊ അതവിടെ തെറ്റിപ്പോയി. ആൻഡ് യു സീലമേറ്റ് എന്ന് പറഞ്ഞാൽ ഫോൾ സീലം ആണോ? അല്ല, ട്രൂ സീലം. അപ്പൊ രണ്ടും തെറ്റാ. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഡി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്? റേഡിയൽ സിമെട്രി, സീലൻ ട്രീറ്റ്. റേഡിയൽ സിമെട്രി, സീലൻ ട്രീറ്റ് അത് കറക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇന്റേരിയൻസിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാൽ അവർക്ക് സിലിണ്ടറിക്കൽ ബോഡി ഫോം ഉണ്ട്. അപ്പൊ അത് റേഡിയൽ സിമെട്രി കാണിക്കും. സീലമേറ്റ്സ് ആസ്റ്റൽമിന്തസ് ആണോ? അല്ല, ആസ്റ്റൽമിന്തസ് എങ്ങനെയാ? സ്യൂഡോ സീലമേറ്റ്. മെറ്റാമറിസം കാണിക്കുന്ന ആരാ? അനലിറ്റ്സ് ആണ്, മോളസ്ക് അല്ല. ട്രിപ്ലോബ്ലാസ്റ്റിക് സ്പോഞ്ചസ് എങ്ങനെ? സ്പോഞ്ചസിന് ജെർമിനൽ ടിഷ്യൂ ഇല്ല, സെല്ലുലാർ അഗ്രിഗേറ്റ്സ് ആണ്. നമ്മൾ ഒരു ഡിപ്ലോബ്ലാസ്റ്റിക്കും പറയുന്നില്ല, ട്രിപ്ലോബ്ലാസ്റ്റിക്കും പറയുന്നില്ല. അപ്പൊ അതും തെറ്റി. അപ്പൊ അതിന്റെ ആൻസർ എന്താ? എ. ഇനി 12 ആ NCERT ഡയഗ്രാം ആണ്. ഞാൻ പറഞ്ഞപ്പോ പറയുന്നു ആ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അത് ആൻസർ ഡി ആണ്. അത് ജസ്റ്റ് NCERT വെച്ച് കോറിലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഡയറക്ട്ലി ഫ്രം NCERT. ഇനി 13th ക്വസ്റ്റ്യൻ ഡയറക്ട്ലി NCERT ആണ്. അതിന്റെ ആൻസർ എ ആണ്. അത് ജസ്റ്റ് ആ NCERT ആ പേജ് എടുക്കാം. ആ ഡയഗ്രാം ഞാൻ ഓൾറെഡി പഠിക്കുന്ന സൈക്കിളിൽ വൈ ഉണ്ട്. അപ്പൊ ഒരു വൈ പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ
ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടും. കാരണം എ സൈക്കൺ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ 13 ആൻസർ എ. ഇനി 14 എങ്ങനെയാ? കനാൽ സിസ്റ്റത്തിന്റെ ഫ്ലോ ആണ് ചോദിക്കുന്നത്, വാട്ടർ ഫ്ലോ. അതെങ്ങനെയാ? മൈന്യൂട്ട് പോർട്സ് ലൈക്ക് ഓസ്റ്റിയയിലെ കൂടി വരും, സ്പോഞ്ചോസിയിലെ കൂടി സർക്കുലേറ്റഡ് ആവും, കുറച്ചും കൂടി വലിയ ഓപ്പണിംഗ് ആയ ഓസ്കിലത്തിലെ കൂടി പുറത്തേക്ക് പോകും. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? എ ആയി. 14th ആൻസർ എ ആയി. ഇനി 15th, which of the following is not a characteristic feature of sponges? എന്താ ആൻസർ? അവർക്ക് ഓസ്റ്റിയ ഉണ്ട്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഉണ്ട്, ബോഡി സപ്പോർട്ടഡ് ബൈ കൈറ്റിൻ, പോറിഫറി ആണോ അല്ലെങ്കിൽ സ്പോഞ്ചസ് ആണോ? അല്ല, ആർത്രോപോഡ്സ് ആണ്. അപ്പൊ അത് തെറ്റിപ്പോയി. 15th ആൻസർ ഡി ആയി. ആൻഡ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ് ഫോർ സ്പോഞ്ചസ്? അവർക്ക് എങ്ങനെയാ? ബാക്കിയൊക്കെ കറക്റ്റ് ആണ് എക്സെപ്റ്റ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ബിക്കോസ് ദേ ഷോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ബി ആണ് അതിന്റെ ആൻസർ. ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ഷോ സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫൈലം ഐഡന്റിഫൈഡ്. ടിഷ്യൂ ആബ്സെന്റ്. ടിഷ്യൂ ആബ്സെന്റ് എന്താ? ടിഷ്യൂ ലെവൽ തുടങ്ങുന്ന സീലൻഡ്രേറ്റ്സ് തൊട്ടാണ്. അപ്പൊ ടിഷ്യൂ ആബ്സെന്റ് ഒരൊറ്റ എണ്ണത്തിലേ ഉള്ളൂ. സെല്ലുലാർ അഗ്രിഗേറ്റ് ഏത് ഓർഗനൈസേഷനിലാണ് കാണുന്നത്? സെല്ലുലാർ അഗ്രിഗേറ്റ് പോലത്തെ, അത് പോറിഫറ. അപ്പൊ തന്നെ ആൻസർ കിട്ടി. 17 ബി ആണ്. സ്റ്റിൽ നമ്മൾ ജമ്പ് ചെയ്യരുത് കൺക്ലൂഷനിലേക്ക്, ജസ്റ്റ് ഒന്ന് ഫുൾ വായിച്ച് നോക്കുക. കാരണം നെഗറ്റീവ് മാർക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കല്ല വന്ന് നമുക്ക് 5 മാർക്കാണ് നമ്മൾ ലാഗ് ചെയ്യുക. ഒരു കറക്റ്റ് ആൻസർ എഴുതിയ കുട്ടിയായിട്ട് നമ്മൾ 5 മാർക്ക് പിന്നിലേക്ക് പോകും. അപ്പോൾ ഫുൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എഴുതാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് ഫോർ സ്പോഞ്ചസ് വിത്തൗട്ട് എക്സെപ്ഷൻ? അവർക്ക് എന്താ? എല്ലാവർക്കും കാൽക്കേരിയസ് സ്പിക്യൂൾസ് ഉണ്ടോ? അവർക്ക് എക്സെപ്ഷൻ ഉണ്ട്, കാൽക്കേരിയസ് സ്പിക്യൂൾസ് ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഹൈ റീജനറേറ്റീവ് പവർ, ബി, ഹൈ റീജനറേറ്റീവ് പവർ അത് എല്ലാവർക്കും ഉണ്ട് വിത്തൗട്ട് എക്സെപ്ഷൻ. ആൻഡ് നമുക്കറിയാം ഫ്രഷ് വാട്ടറിലും ചിലതുണ്ട്, അതുകൊണ്ട് മെറീൻ വാട്ടറിൽ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ചെയ്താ സ്പോഞ്ച് ഇല്ല, അപ്പം അത് അതിനും എക്സെപ്ഷൻ ഉണ്ട്. റേഡിയലി അവർക്ക് എ സിമെട്രി ആണ്. റേഡിയലി സിമെട്രി എന്ന് പറഞ്ഞാൽ തെറ്റി. അത്രയും കഴിഞ്ഞു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കറക്റ്റ് മാച്ച് ഓഫ് ആനിമൽ ആൻഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്? നമുക്കറിയാം ഹൈഡ്ര ഇസ് എ ഫ്രഷ് വാട്ടർ സീലൻഡ്രേറ്റ് ആണെന്നറിയാം. അപ്പൊ എന്താ? അത് തെറ്റിപ്പോയില്ലേ? സീ വാട്ടർ അല്ല, ഹൈഡ്ര വൾഗാരിസ് ഫ്രഷ് വാട്ടർ ആണ്. അപ്പോ എ ഇസ് ദ ആൻസർ. ബാക്കി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി അത് പഠിക്കും കൂടി ചെയ്യുക. കാരണം ബാക്കിയുള്ള കറക്റ്റ് ആയതുകൊണ്ട് ഫൈസിയിലെ സീ വാട്ടർ ആണ്, ഒബീലിയ സീ വാട്ടർ ആണ്, ഹൈഡ്ര ഫ്രഷ് വാട്ടർ ആണ് അറിഞ്ഞിരിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റിങ്ങിങ് കാപ്സ്യൂൾസ്, നിമാറ്റോസിസ്റ്റ്, അത് ഏതിനാ കാണുന്നത്? നിമാറ്റോസിസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതിനാ? സി പെന്നിനും സി ഫാനും ആണ് നമ്മൾ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ പഠിച്ചത്. അപ്പോ സി ആണ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ്. ഞാൻ ഇത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു ഫൈസീലിയ പോർച്ചുഗീസ് മെൻ ഓഫ് വോർ ആന്ന് എപ്പോഴും സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ എ എന്താ? എ 4 ആയി. മിയാൻഡ്രിന എന്താ? ബ്രെയിൻ ഗോർഗോണിയ, സി ഫാൻ, അഡാംഷിയ, സി ആനിമോൺ. അപ്പൊ അത് മാച്ച് ചെയ്യുമ്പോൾ എന്താ? A4 B2 C3, A4 B2 C3 D1. സി ആണ് ഓപ്ഷൻ. അപ്പൊ 21 ആൻസർ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് പോറസ് ബോഡി ആൻഡ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക്? എന്താ ആൻസർ? പോറസ് ബോഡി ഡിപ്ലോബ്ലാസ്റ്റിക് ഉള്ളത് ആരാ? സി, ലൂക്കോസോളിനിയ ആൻഡ് സ്പോഞ്ചില. അത് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 23rd. ഇതും ഡയറക്റ്റ് NCERT-ലാണ്. ആൻസർ ഞാൻ ജസ്റ്റ് പറയാം, ബി ആണ്. ഇനി ക്യാരക്ടേഴ്സ് പറഞ്ഞ ആരാന്ന് ചോദിക്കുക. ഇതിൽ ഒരൊറ്റ സെന്റൻസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കോംപ്ലേറ്റ്സ് ആർക്കുള്ളത്? ടീനോഫോറ. അപ്പൊ ആൻസർ എന്തായി? സി ആയി. 24 സി ആൻസർ. 25th. given below the 3 statements regarding Astrominthes. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ? ആണ്. അപ്പൊ ആ സെന്റൻസ് ശരിയായി. ഡൈഷ്യസ് ആണോ? ആണ്. അപ്പൊ ആ സെന്റൻസും ശരിയായി. ആൻഡ് ഓൾ ആർ പ്ലാന്റ് ഓർ ആനിമൽ പാരസിറ്റ്സ്. നമ്മൾ അങ്ങനെ ആസ്ട്രോമിന്തസിൽ പറഞ്ഞിട്ടില്ല. എല്ലാം പാരസിറ്റ്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് തെറ്റായി. അപ്പൊ സെലക്ട് ദി ഓപ്ഷൻ. കറക്റ്റ് ഏതാ? 25th ആൻസർ എ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് segmentation in the body is first observed? അത് ഞാൻ ആ ടേബിൾ വന്നപ്പോ പറഞ്ഞാണ്. എന്താ ആൻസർ? ഓപ്ഷൻ സി. ഇനി ഇതും ഡയറക്ട്ലി NCERT ആണ്. കോറിലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ജസ്റ്റ് മറിച്ച് നോക്കുക പേജ്, ഡയഗ്രാം പഠിക്കാം. 27 ആൻസർ ഡി, ഡോഗ്. ഡി ഫോർ ഡോഗ്. ആൻഡ് മാച്ച് കോളം 1 മാച്ച് ചെയ്യാനാണ്. ഇതും ഡയറക്ട്ലി നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് ആൻസർ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാ. ഇതെങ്ങനെയാ? fill in the blanks കറക്റ്റ്ലി ഫിൽ ചെയ്യുക. Animals like hydra and jellyfish depict ഏത് സിമെട്രി? ഹൈഡ്രക്കും ജെല്ലിഫിഷ് നോക്കുക.
അവർ സിലിണ്ടറിക്കൽ ബോഡി ഫോംസ് ഏത് പ്ലെയിൻ വിച്ച് പാസ് ത്രൂ ദി സെന്റർ ഡിവൈഡ്സ് ഇൻ ടു പാർട്സ്. അപ്പൊ എങ്ങനെയാ റേഡിയൽ സിമെട്രി ആയി. അപ്പൊ എ റേഡിയൽ വരുന്ന ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ സി. അപ്പൊ സി എന്നിട്ട് കിട്ടി. സ്റ്റിൽ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ കോറിലേറ്റ് ചെയ്യുമ്പോൾ നോക്കി നോക്കാം ആൻഡ് ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നും കൂടി പഠിച്ചു വെക്കാം. കറക്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാ തെറ്റിയെന്നും അറിഞ്ഞിരിക്കാം. ആൻഡ് അടുത്തെന്താ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് പുറത്തുനിന്നാണ്, അതുകൊണ്ട് പ്രോട്ടാൻഡ്രി പ്രോട്ടോഗൈനി എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രോട്ടാൻഡ്രി എന്താ, ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് മെയിലിന്ന് ഫീമെയിലേക്ക് ആയാല് അതിനെ പ്രോട്ടാൻഡ്രി എന്ന് വിളിക്കും. പ്രോട്ടോഗൈനി എന്താ, സെക്സ് ചേഞ്ചസ് ഫ്രം ഫീമെയിൽ ടു മെയിൽ. അപ്പൊ ഏതിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ചാണ് നമ്മൾ ഈ പേര് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടോഗൈനി, ഗൈനി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ തന്നെ. അപ്പൊ ഫ്രം ഫീമെയിൽ ടു എ മെയിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ ഡി. ഇനി 31st, ഇതും ഡയറക്ട്ലി NCERT എന്നുള്ളതാണ്. പക്ഷെ ചാപ്റ്റർ ഇച്ചിരി മാറിപ്പോയി. ചാപ്റ്റർ മോർഫോളജി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മോർഫോളജി ഓഫ് ആനിമൽസിൽ കോക്രോച്ചിന്റെ താഴെ ഇത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ ബിറ്റ്വീൻ എർത്ത് വർം ആൻഡ് പെരിപ്ലാനറ്റ. ഇതും മോർഫോളജി ഓഫ് ആനിമൽസ് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഡി ആണ്. അത് ഈ ചാപ്റ്റർ ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് സ്റ്റിൽ നമുക്ക് ബാക്കിയുള്ളത് റൂൾ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ഓഫ് ആർത്രോപോഡ. അത് ചാപ്റ്റർ പഠിച്ചാൽ മനസ്സിലാവും. ആൻസർ ഡി ആണ്. കംപ്ലീറ്റ്ലി നോൺ പാരസിറ്റിക് ഫോം. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സി ആനിമോൺ അല്ലെങ്കിൽ അഡാംഷ്യ സീലൻ ട്രേറ്റിൽ വരുന്നതാണ്. അവർ നോൺ പാരസിറ്റിക് ആണ്. ബാക്കി മൂന്നും പാരസിറ്റ്സിൽ പഠിച്ചതാണ്. ആൻഡ് 35th, ആർത്രോപോഡിന്റെ ഫൈലം ഒന്നും കൂടി വായിച്ചാൽ ഇതിന്റെ ആൻസർ നമുക്ക് മനസ്സിലാവും. സി ആണ്. ആൻഡ് വാട്ട് ഇസ് കോമൺ അമംഗ് ക്രാബ് ആൻഡ് ഹണി ബി. എന്താ, രണ്ടും ആർത്രോപോഡിലാണ് വരുന്നത്. അതുകൊണ്ട് എന്താ, അവർക്ക് ജോയിന്റഡ് ലെഗ്സ് ഉണ്ട്. കമ്പൗണ്ട് ഐസ് രണ്ടാക്കൂല്ല. ക്രാബിനൊന്നും കമ്പൗണ്ട് ഐസ് ഇല്ല. കോക്രോച്ചിന് കാര്യമാണ് നമ്മൾ കമ്പൗണ്ട് ഐസിനും ഗൊമാറ്റിഡിയ പഠിക്കുന്നത്. അപ്പൊ അത് തെറ്റിപ്പോയി. പോയിസൺ ഗ്ലാൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ലീവ് ചെയ്തോളൂ. മെറ്റമോർഫോസിസും ക്രാബിന് മെറ്റമോർഫോസിസ് കാണിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ജോയിന്റഡ് ലെഗ്സ് അതാണ് മോസ്റ്റ് കോമൺ ഫീച്ചർ. അത് എക്സ്ക്ലൂസീവ്ലി പറഞ്ഞാണ്. എക്സ്ക്ലൂസീവ്ലി ആർത്രോപോഡ്സിന് എല്ലാവർക്കും ജോയിന്റഡ് ലെഗ്സ് എന്തായാലും ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെ അത് ആൻസർ ആയി. 37, how do you differentiate a butterfly from a moth? ഇത് കുറച്ചൊരു എക്സ്ട്രാ ഈൽഡ് പോയിന്റ് ആണ്. അത് എ ആണ് അതിന്റെ ആൻസർ. ജസ്റ്റ് ഒന്ന് വായിച്ചു പഠിക്കാം. മോത്തിന് ഫെദറി ആന്റിനി ഉണ്ട്, പക്ഷെ ബട്ടർഫ്ലൈക്ക് ക്ലബ് ഷേപ്ഡ് ആന്റിനി ആണ് ഉള്ളത്. 38 ആൻസർ എന്താ, നൺ ഓഫ് ദം ഇസ് അക്വാട്ടിക് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് തെറ്റിപ്പോയില്ലേ. ദേ ഓൾ ബിലോങ് ടു ദ സെയിം ഫൈലം. എങ്ങനെയാ, സെയിം ഫൈലം ആണോ? അല്ല. അപ്പൊ അതും തെറ്റി. ആൻഡ് ജോയിന്റഡ് പെയർഡ് അപ്പൻഡേജസ്. ദേ ഓൾ ഹാവ് ജോയിന്റഡ് പെയർഡ് അപ്പൻഡേജസ്. പെയർഡ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ദേ ഹാവ് ജോയിന്റഡ് അപ്പൻഡേജസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതും തെറ്റി. അപ്പൊ ആൻസർ എ ആണ്. 39 ഡയറക്റ്റ് NCERT എ ആണ്. 14 ഡയറക്റ്റ് NCERT സെന്റൻസ് ആണ്. ബി ആണ് ആൻസർ. 41 ഇതും ഡയറക്റ്റ് NCERT എന്നുള്ളതാണ്. ഡി ആണ് ആൻസർ. Which of one of the following statement about given animals is correct? 42. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സീലം. ആസ്റ്റൽമിന്തസ് സ്യൂഡോസീലമേറ്റ എന്ന് പറയും. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ എ ആൻസർ ആയി. മോളസ്ക് എന്താ, ട്രൂ സീലമാണ് മോളസ്കിന്. ആനലിച്ചിനും ട്രൂ സീലമാണ്. ഫ്ലാറ്റ് ഫോംസ് എ സീലമേറ്റ് ആണ്. അപ്പൊ എ ആണ് ആൻസർ. ഇനി 43 എന്താ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അവർക്ക് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻസർ ഡി ആണ്. 44 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബി ആണ് ആൻസർ. 45 ജസ്റ്റ് എക്സാമ്പിൾ ചോദിക്കാണ്. അപ്പൊ ആൻസർ ഡി. 46 ഇതും പേൾ ഓയിസ്റ്റർ പിങ്ക് താടയ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അതും ഒരു റിവിഷൻ പോലെ ആണ്. അപ്പൊ ഓൾറെഡി ആൻസർ സി ആണ്. 47 എന്താ ആൻസർ, സി ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജോയിന്റഡ് അപ്പൻഡേജസ് ഇവിടെ 40th ക്വസ്റ്റ്യനിൽ തന്നിട്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആർത്രോപോഡിലാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. ആൻസർ ബി ആയി. ഇനി 49 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT സെന്റൻസ് ആണ്. 49 ആൻസർ എ ആയി. 15 ആൻസറും എ ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ NCERT സെന്റൻസ് എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് അടിച്ച് ഒരു ടേബിൾ ആക്കി തന്നേ ഉള്ളൂ. എക്സാമ്പിൾ ഒക്കെ കുറച്ചും കൂടി തറോ ആവാൻ ആണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. 51 സ്റ്റാർ ഫിഷ് എന്താ, ആസ്റ്റീരിയാസ്. ജെല്ലി ഫിഷ്
ഒറേലിയ, ഡെവിൽ ഫിഷ്, സെപ്പിയ കട്ടിൽ ഫിഷ് ആണെന്നറിയാം, ഡെവിൽ ഫിഷ് ഒക്ടോപ്പസ് ആണെന്നറിയാം. അപ്പൊ ആൻസർ എന്തായി? A2 B3 അങ്ങനെ വരുന്ന ഓപ്ഷൻ ഉണ്ടോ? A2 B3 A. 51 ആൻസർ എന്തായി? A ആയി. സ്റ്റിൽ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കാം. നമ്മുടെ സെയിം ഓപ്ഷൻ ഏതെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട് തെറ്റിപ്പോകാണ്ടിരിക്കാൻ. ഇതിപ്പോ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വേഗം വേഗം പോകുന്നത്. നിങ്ങൾ 4 ഓപ്ഷനും വേറെ വേറെ രീതിയിൽ 4 ഓപ്ഷൻ ആക്സസ് ചെയ്ത് ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിച്ച് അത് NCERT അത് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെയിം NCERT എന്നുള്ളതാണ്. 52 A ആണ് ആൻസർ. 53 ഇതും സെയിം ആണ്. ഹിരുഡിൻ ഏരിയ ആരാ? ലീച്ച്. A3 ആയി. അപ്പൊ തന്നെ ആൻസർ കിട്ടി. 53 C ആണ്. കനാൽ സിസ്റ്റം സ്പോഞ്ചസിലാണ് കണ്ടത്. നിമാറ്റോസിസ്റ്റ് എന്താ? ആസ്ട്രൽ മിന്തസിലല്ലേ നിമാറ്റോസിസ്റ്റ്? അല്ല, നിമാറ്റൽ മിന്തസ് ആസ്ട്രൽ മിന്തസ് ആണെങ്കിൽ നിമാറ്റോസിസ്റ്റ് ആസ്ട്രൽ മിന്തസ് അല്ല. അപ്പൊ എന്താ? അങ്ങനെ തെറ്റിപ്പോവരുത്. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിമാറ്റോസിസ്റ്റ് ഉള്ളത് ആർക്കാ? ഏത് ഗ്രൂപ്പിനാ? സീലൻട്രേറ്റ്സിലാണ്. അപ്പൊ അത് ഹൈഡ്രയാണ് വരുന്നത്. ഇനി 54 ആൻസർ എന്താ? A. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 55 അതിന്റെ ആൻസറും A ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഡയഗ്രാം ഞാൻ പറഞ്ഞ പോലെ അത് നെർവ് കോഡ് നോട്ടോ കോഡ് മാറാണ്ട് നോക്കണം. A എന്താ? A നോട്ടോ കോഡ് അല്ല, നെർവ് കോഡാണ്. A നെർവ് കോഡ് വരുന്ന ഏതാ? ഓപ്ഷൻ ബിയും സിയും ഉണ്ട്. ബി നോട്ടോ കോഡാണ്. സി എന്താ? ഗിൽ സ്ലിറ്റ്സ്. ഡി ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താവും? ബി ആവും. ഇനി കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ബി. ഇതൊക്കെ ഡയറക്ട്ലി ഫ്രം ഇത് ഇച്ചിരി കുറച്ച് പുറത്തുണ്ട്. ബി കറക്റ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയും കൂടെ പഠിക്കാം. അവർക്ക് ഡെവലപ്മെന്റ് ത്രൂ ട്രോക്കോഫോർ അല്ലെങ്കിൽ ഒരു വെളികർ ലാർവ. ഈ ലാർവ ട്രോക്കോഫോർ അല്ലെങ്കിൽ വെളികർ ലാർവ കാണുന്ന മോളസ്കിലാണ് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതും പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് എക്സ്ട്രൈൽ പോയിന്റ്സ് ആണ്. എക്കൈനോഡോൺ സെമികോഡിറ്റ്സ് കോഡിറ്റ്സ്. ഇതിൽ കാണുന്ന ലാർവ കോമൺ ആൻസിസ്ട്രൽ ഫോമിലെ ലാർവ ഏതാ? ഡൈപ്ലൂറില. അപ്പൊ അതിന്റെ ആൻസർ സി. പഠിച്ചു വെക്കാം. 59 ആൻസർ എങ്ങനെയാ? ക്രൊക്കോഡൈൽ ആൻഡ് പെൻഗ്വിൻ ആർ സിമിലർ ടു വെയിൽ ആൻഡ് ഡോഗ് ഫിഷ്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്? അവർക്ക് വെയിലും ഡോഗ് ഫിഷും എന്താ? കോൺട്രിക്ടൈസ് ആണ്. അവർക്ക് കാർട്ടിലേജിന്റെ സെന്റോസ്കെലിറ്റൺ ആണ്. അപ്പൊ ഇത് തെറ്റിപ്പോയി. ലേ എഗ്സ് ആൻഡ് ഗാർഡ് ദം ടിൽ ദേ ഹാച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതും തെറ്റി. പോസസ് എ സോളിഡ് സിംഗിൾ സ്റ്റാൻഡേർഡ്. ഹോളോ ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതും തെറ്റിപ്പോയി. കോഡേറ്റ്സിൽ ഹോളോ ഡബിൾ സ്റ്റാൻഡേർഡ് എന്നല്ല പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതും തെറ്റിപ്പോയി. അപ്പൊ അതിന്റെ ആൻസർ ഡി. 16 ആൻസർ ഡയറക്റ്റിലാണ്. അപ്പൊ ബി ആണ് അതിന്റെ ആൻസർ. 61 ആൻസർ എന്താ? Cephalopods bear notochord throughout their life. Persistent ആണ് നമുക്കറിയാം. In cephalopods, notochord extends from head to tail. രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് both statements are correct. അപ്പൊ 61 ആൻസർ എ. ഇനി 62 ഡയറക്റ്റ് ആണ്. ആൻസർ സി. 63 ഇൻകറക്റ്റ് അബൌട്ട് ദി അക്കറൻസ് ഓഫ് നോട്ടോകോഡ്. അസിരിയസ് ആൽപ്പഡോലിയോളം വരുന്ന ഏത് ഗ്രൂപ്പാ? ഏതാ? യൂറോകോഡേറ്റ് ആണ്. യൂറോകോഡേറ്റില് പ്രസന്റ് ഓൺലി ലാവൽ ടെയിലാണ് നോട്ടോകോഡ്. അപ്പൊ അത് ശരിയാണ്. റീപ്ലേസ് ബൈ വെർട്ടിബ്രൽ കോളം. ഫ്രോഗ് വരുന്ന വെർട്ടിബ്രേറ്റ്സിലാണ്. വെർട്ടിബ്രേറ്റ്സിൽ റീപ്ലേസ് ആവുന്നുണ്ട്. ആൻഡ് ഇതെന്താ? ആബ്സെന്റ് ത്രൂ ഔട്ട് ലൈഫ് ഇൻ ഹ്യൂമൻസ് ഫ്രം ദ വെരി ബിഗിനിങ്. ആ പൊട്ടത്തെറ്റാണ്. നോട്ടോകോഡില് എംബ്രിയോണിക് ഫോമിൽ നോട്ടോകോഡ് ഉണ്ട്. അഡൽട്ട് ഫോമിൽ വെർട്ടിബ്രൽ കോളം ആവുന്നുണ്ട്. അപ്പൊ ഇത് ആബ്സെന്റ് ത്രൂ ഔട്ട് ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ തെറ്റി. അപ്പൊ ആൻസർ എങ്ങനെയായി? സി ആയി. 63 ആൻസർ സി. ഇനി 64 ഇൻ സം കോഡേറ്റ്സ്. ഇത് മറ്റേ സെന്റൻസ്. ഇതിന്റെ ആൻസർ സി ആണ്. നമ്മൾ ഓൾറെഡി എക്സസൈസിലും കൂടെ ഡിസ്കസ് ചെയ്താണ്. ഇനി 65 ആൻസർ ഡി ആണ്. 66 ഞാൻ ഇത് ഡിസ്കസ് ചെയ്തോ പറഞ്ഞിരുന്നു. എന്താ? ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ആ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് ഡയറക്റ്റ് ആണ്. 66 ആൻസർ എ. 67 ആൻസർ എന്താ? ഡി. ഇതും ഡയറക്റ്റ് ആണ്. 68 ആൻസറും എ. 69 പെട്രോമൈസിൻ എങ്ങനെയാ? പെട്രോമൈസിൻ നമ്മൾ ഏതിലാ പഠിച്ചത്?
പെട്രോമൈസിനും ഹാക്ഫിഷും പഠിച്ച ഏതില്ല? സൈക്ലോസ്റ്റൊമേറ്റ. സ്കോളിയോഡോൺ എന്താ? സ്കോളിയോഡോൺ കോൺട്രിക്ടൈസ് ആണ് പഠിച്ചത്. പ്രിസ്റ്റിസ് സോ ഫിഷ്, സോ പോലത്തെ പല്ലുള്ള സാധനം. അതിന്റെ എക്സാമ്പിൾ ഏതിന്റെ താഴെ പഠിച്ചത്? കോൺട്രിക്ടൈസ്. അപ്പൊ അതിന്റെ ആൻസർ എ. 70 ഓസിസ്റ്റൈസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താ? വിച്ച് ഏതാണ് നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതൊക്കെയാ? സ്കിൻ കവേർഡ് ബൈ സൈക്ലോയിഡ് ആൻഡ് പ്ലക്കോയിഡ് എന്നില്ല. സൈക്ലോയിഡ് ഒന്നുമില്ല, പ്ലക്കോയിഡ് ആണ് കറക്റ്റ്. അപ്പൊ അത് തെറ്റിപ്പോയി. മെനി ഓഫ് ദം ആർ വിവി പാരസ്, അതും തെറ്റിപ്പോയി. അവര് ഒവി പാരസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങനെയാ ആൻസർ ഡി. അപ്പോ ദിസ് കൺക്ലൂഡ്സ് ആർ ഡിസ്കഷൻ ആൻഡ് സം എക്സ്ട്രാ പോയിന്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദി ചാപ്റ്റർ ആനിമൽ കിങ്ഡം. അപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡം 3 പാർട്സിൽ ഡിസ്കസ് ചെയ്തു. ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു, എക്സസൈസ് ഡിസ്കസ് ചെയ്തു, പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ NCERT തുറന്നു വെച്ച് NCERT ഒന്നുകൂടെ പഠിച്ച് അതൊന്ന് തറോ ആക്കി സോൾവ് ചെയ്യണം. ആൻഡ് 4 ഓപ്ഷനും വായിക്കണം. ക്വസ്റ്റ്യൻ ഫുൾ നോട്ടാണോ, കറക്റ്റ്ലി മാച്ച്ഡ് ആണോ, ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണോ, അങ്ങനെ നോക്കാം. വേർഡ് ബൈ വേർഡ് നല്ലോണം മനസ്സിരുത്തി വായിച്ച് സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആസ് മച്ച് ആസ് പോസിബിൾ സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്യാം. എന്നിട്ട് NCERT വീണ്ടും വായിച്ച് റിവൈസും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ ഡിസ്കഷൻ ഓൺ ദി ചാപ്റ്റർ ആനിമൽ കിങ്ഡം. This concludes our discussion. Happy studying and have a nice day. Thank you.